ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവർക്കും ഭക്തിസാന്ദ്രമായ ഒരു സായം സന്ധ്യയിലേക്ക് സ്വാഗതം. SPYSS NYC മലയാളം ഓൺലൈൻ എല്ലാ വ്യാഴാഴ്ചയും വളരെ ചിട്ടയോടും ശ്രദ്ധയോടും കൂടി നടത്തിവരുന്ന ഭഗവത്ഗീത അധ്യയനം ഇന്ന് 123 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 124ാമത്തെ ദിവസമാണ്. 13 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളുടെ അധ്യയനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായി ഉഷാസുകുമാരൻ അക്കയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം വാർത്തായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാ അദ്വൈതാമൃതവർഷിണീം ഭഗവതിം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദദാമി ഭഗവദ്ഗീതേ ശിനീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ കുല്ലാരവിന്ദായ പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വലിതജ്ഞാനമയ പ്രദീപഃ. പ്രപന്ന പാരിജാതായ സ്തോത്രം വേത്രൈകപാനയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദ്ദുഹേ നമഃ. സർവോപനിഷത്തോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുതേ വസുതം ദേവം കംസചാനൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണദടാ ജയത്രജലാ ഗാന്ധാരലീലോത്പലാ ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമ വികർണ ഘോരമകരാ ദുര്യോധനാവർദിനി സോതീർണ ഖലു പാണ്ഡവൈരനനിധി കൈവർത്തക കേശവാം. പാരാശര്യവചഃ സരോജമമലം ഗീതാതഗണ്ഡോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാ ബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരതം പങ്കജം കലിമലാ പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുവന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോ ഉപനിഷദൈ ഗായന്തി യാം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യാം യോഗിനഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ഇന്നിവിടെ ബാക്കപ്പ് ചാൻഡിങ്ങിനായിട്ട് സരോജിനി അക്കയും എക്സ്പ്ലനേഷന് വേണ്ടി ജ്യോതി അക്കയുമാണ് എത്തിയിരിക്കുന്നത്. ചാൻഡിങ് റിവിഷൻ ചെയ്യുന്നത് ലാലി അക്ക, ശ്ലോകം 7 മുതൽ 9 വരെയും ലതാ ദിവാകർ അക്ക ശ്ലോകം 10 മുതൽ 12 വരെയും ഇവരെ ചൊല്ലുവാൻ വേണ്ടി ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം ലാലി അക്ക. തേഷാമഹം സമുദ്ധർത്താ മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. മയ്യേവ മന ആദ്വത്സ മയി ബുദ്ധിം നിവേശയ നിവസ്യഷ്യസി മയ്യേവ അഥ ഊർധ്വം ന സംശയഃ. അഥ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ.
अभ्यासेऽप्यसमर्थोऽसि मत्कर्म परमो भव मदर्थमभिकर्माणि कुर्वन् सिद्धिमवाप्स्यसि अथैतदप्यशक्तोऽसि कर्तुम् मद्योगमाश्रितः सर्वकर्मफलत्यागं तदा कुरु यतात्मवान् श्रेयो हि ज्ञानमभ्यासात् ज्ञानाध्यानं विशिष्यते ध्यानात् त्यागच्चान्तिरनन्तरम् हरि ओम् ചാൻഡിങ് ഗൈഡൻസ് ചെയ്യുന്നതിനായി സിന്ധു പ്രമോദ് അക്കയെയും 13 മുതൽ 15 വരെയുള്ള ശ്ലോകം, റെപ്പിറ്റേഷൻ ചാൻഡിങ് ചെയ്യുന്നതിനായി ദീപ്തി അക്കയെയും എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിന് വേണ്ടി സുനിത അക്കയെയും ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ഹരി ഓം. സിന്ധു അക്ക. ഹരി ഓം. ശ്ലോകം 13. അദ്വേഷ്ടാ സർവഭൂതാനാം अद्वेष्टा सर्वभूतानां മൈത്രഃ കരുണ ഏവ ച मैत्रः करुण एव च നിർമ്മമോ നിരഹങ്കാരഃ निर्ममो निरहङ्कारः സമദുഃഖസുഖഃ ക്ഷമീ समदुःखसुखः क्षमी അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രഃ കരുണ ഏവ ച अद्वेष्टा सर्वभूतानां मैत्रः करुण एव च നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖസുഖഃ ക്ഷമീ निर्ममो निरहङ्कारः समदुःखसुखः क्षमी അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രഃ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖസുഖഃ ക്ഷമീ अद्वेष्टा सर्वभूतानां मैत्रः करुण एव च निर्ममो निरहङ्कारः समदुःखसुखः क्षमी ശ്ലോകം 14. സന്തുഷ്ടഃ സതതയോഗീ सन्तुष्टः सततयोगी യഥാത്മാ ദൃഢനിശ്ചയഃ यदात्मा दृढनिश्चयः മയ്യർപ്പിതമനോ ബുദ്ധിഃ मय्यर्पितमनो बुद्धिः യോ മദ്ഭക്തഃ സ മേ പ്രിയഃ यो मद्भक्तः स मे प्रिया സന്തുഷ്ടഃ സതതം യോഗീ सन्तुष्टः യഥാത്മാ योगी സന്തുഷ്ടഃ സതതം യോഗീ യഥാത്മാ ദൃഢനിശ്ചയഃ सन्तुष्ट सततयोगी यदात्मा दृढनिश्चयः മയ്യർപ്പിതമനോ ബുദ്ധിഃ യോ മദ്ഭക്തഃ സ മേ പ്രിയഃ मय्यर्पितमनो बुद्धिः यो मद्भक्तः स मे प्रियः സന്തുഷ്ടഃ സതതം യോഗീ യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിഃ യോ മദ്ഭക്തഃ സ മേ പ്രിയഃ सन्तुष्ट सततयोगी यदात्मा दृढनिश्चयः मय्यर्पितमनो बुद्धिः यो मद्भक्तः स मे प्रियः ശ്ലോകം 15. യസ്മാന്നോ ദ്വിജത്തെ ലോകഃ यस्मान्नो द्विजते लोकः ലോകാന്നോ ദ്വിജത്തെ ച യഃ
लोकान्नो द्विजते च यः हर्षामर्षभयोद्वेगैः हर्षामर्षभयोद्वेगिः मुक्तो यः स च मे प्रियः मुक्तो यः स च मे प्रियः यस्मान्नो द्विजते लोकः लोकान्नो द्विजते च यः यस्मान्नो द्विजते लोकः लोकान्नो द्विजते च यः हर्षामर्षभयोद्वेगैः मुक्तो यः स च मे प्रियः हर्षामर्षभयोद्वेगैः मुक्तो यः स च मे प्रियः यस्मान्नो द्विजते लोकः लोकान्नो द्विजते च यः हर्षामर्षभयोद्वेगैः मुक्तो यः स च मे प्रियः यस्मान्नो द्विजते लोकः लोकान्नो द्विजते च यः हर्षामर्षभयोद्वेगैः मुक्तो यः स च मे प्रियः हरि ओम् ഹരി ഓം. ഇന്ന് ഇവിടെ ഭക്തിയോഗത്തില് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 10ാമത്തെ അധ്യായം വരെ ഭഗവാൻ എല്ലാം എന്ത് ചെയ്യണം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ കർമ്മങ്ങൾ എന്നെല്ലാം പറഞ്ഞു തന്നു. 11ാമത്തെ അധ്യായത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തന്നു. ഇതാണ് ഞാൻ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ജീവാത്മാവും പരമാത്മാവും എല്ലാം എന്നിലാണ് എന്ന് കാണിച്ചു തന്നു. ഇപ്പോൾ ഇത് ഭക്തിയോഗത്തില് എന്താണ് ഭക്തി, എങ്ങനെയാണ് ഒരു ഉത്തമ ഭക്തൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ലക്ഷണങ്ങളൊക്കെ ഒരു ചിത്രകാരൻ ഒരു ക്യാൻവാസിൽ വരച്ച് കാണിക്കുന്ന പോലെ ഭംഗിയായിട്ട് വരച്ച് കാണിക്കാനുണ്ട്. നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ഒരു ക്യാൻവാസ്, വലിയൊരു ക്യാൻവാസ് നമ്മുടെ മുന്നിലുണ്ടാവും, ബ്രഷസ് ഉണ്ടാവും, കളേഴ്സ് ഉണ്ടാവും. ഇതിൽ എന്താണ് ചെയ്യേണ്ടത്, എന്ത് വേണം എന്ന് ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് ഒരു ചിത്രം നമ്മൾ പതുക്കെ രേഖാചിത്രം പോലെ വരച്ചു തുടങ്ങും അല്ലെ. വരച്ചു തുടങ്ങിയിട്ട് അത് അല്പം കുറച്ചൊരു നമ്മുടെ മനസ്സിലുള്ളത് ക്യാൻവാസിലേക്ക് പകർന്നു എന്ന് തോന്നുമ്പോൾ എന്താകും ചിത്രകാരൻ ചെയ്യുക, പതുക്കെ കുറച്ചൊന്ന് പിന്നോട്ട് മാറി നിന്ന് ഒന്നുകൂടെ നോക്കി ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന്, ശരിയായോ, ഇന്ന കളറുകൾ മതിയോ, അതിന്റെ ലയനം പൂർണ്ണമായോ എന്നൊക്കെ നോക്കുന്നത് പോലെ ഭഗവാൻ ആദ്യം എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞു തന്നു. പിന്നീട് വിശ്വരൂപ ദർശനത്തില് അതെല്ലാം എങ്ങനെയെന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തന്നു. ഇതാണ് ഞാൻ എന്ന് കാണിച്ചു തന്നു. പിന്നീട് വീണ്ടും പറയുന്നു ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം. അതാണ് ഈ ഭക്തിയോഗത്തിൽ നമ്മളിപ്പം 13, 14, 15 ശ്ലോകങ്ങളിലൂടെ കാണാൻ പോകുന്നത്. എല്ലാത്തിലും ഞാനാണെന്ന വസ്തുത ഭഗവാൻ ഊട്ടി പറയുകയാണ് ഇവിടെ. എല്ലാം ഞാൻ തന്നെയാണ്. അതായത് നമ്മള് ജീവാത്മാവായ നമ്മളും പരമാത്മാവായ ഭഗവാനും ഒന്ന് തന്നെയാണ്. നമ്മള് അങ്ങനെ ഒന്നായി ചേരണം. എങ്ങനെ ഒന്നായി ചേരണം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ പാലില് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു വന്നിരിക്കുക, പാൽക്കാരന് പാലിൽ വെള്ളം ഒഴിച്ചു, അപ്പൊ അവിടെ ഒരു വീട്ടില് വിൽക്കാൻ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഇത് പറ്റില്ല, ഇത് പാൽ എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് തരണം, വെള്ളം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാൽക്കാരന് പറ്റുമോ, ആ വീട്ടുകാരന് പറ്റുമോ? ആർക്കും പറ്റില്ല. അതുപോലെയാണ് ഭഗവാൻ പറയുന്നത്, പാലില് വെള്ളം പോലോ അല്ലെങ്കിൽ ഒരു വെള്ളത്തില് ഉപ്പ് ചേർന്നാലോ ഒക്കെ എന്താകും, വൺസ് ഒന്ന് മിക്സ് ആയി പോയാൽ പിന്നെ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മളൊരു കറിയിൽ തന്നെ ഉപ്പ് അധികമായാൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും അല്ലെ. ആ ഉപ്പ് എങ്ങനെയാ കുറയ്ക്കുക, നമുക്ക് പറ്റില്ല. ആ ഉപ്പ് ഏതാണ് കറി ഏതാണെന്ന് അറിയാൻ വയ്യാത്ത പോലെ ഒരു ഇതിൽ ഇരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു കർപ്പൂരം അഗ്നിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കർപ്പൂരം പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അതേമാതിരി ആകണം ഉത്തമ ഭക്തൻ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഉത്തമ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂർണ്ണമായി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ടൊരു വരവില്ല. ഞാനും നീയും ഒന്ന് തന്നെ, നാനാത്വത്തിൽ ഏകത്വം നമ്മൾ ദർശിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ശ്ലോകം 13, 14 ചേർത്താണ്, ഒന്നിച്ച് പറഞ്ഞാല് ഒന്നിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് നോക്കാം. അദ്വേഷ്ട
സർവഭൂതാനാം മൈത്രഃ കരുണ ഏവച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖ ക്ഷമി. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. സമദുഃഖ സുഖ ക്ഷമി. അതായത് നമുക്ക് ഒരു പൂർണ്ണത എത്തുമ്പോൾ നമുക്കൊരു തിതിക്ഷ വരും. തിതിക്ഷ എന്ന് പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു സന്തോഷമുള്ള കാര്യം വരുമ്പോൾ നമ്മൾ വളരെയധികം അങ്ങ് ആഹ്ലാദിക്കും, അല്ലെ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു ദുഃഖം വരുമ്പോൾ നമ്മൾ ആകെ തകർന്നടിഞ്ഞങ്ങ് ദുഃഖിതയായിട്ടിരിക്കുകയാണ്. അതും പാടില്ല. എന്ത് വന്നാലും, വളരെയധികം സന്തോഷം വന്നാലും വളരെയധികം ദുഃഖം വന്നാലും അതൊരു തിതിക്ഷ ലെവല്. തിതിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൂടുതൽ സന്തോഷിക്കാനും പാടില്ല, കൂടുതൽ ദുഃഖിക്കാനും പാടില്ല. ഒരു ലെവൽ, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിൽക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ഒരു ഭാഗം എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാനാവും എന്നറിയില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ നമ്മൾ ചില സമയത്ത് നമ്മൾ വല്ലാണ്ട് തകർന്നു പോവും, ചില സമയത്ത് അമിതമായിട്ട് ആഹ്ലാദിക്കുകയും ചെയ്യും, അല്ലെ? ഇത് പാടില്ല. തിതിക്ഷ വേണം എന്നാണ് ഇവിടെ പറയുന്നത്. സമദുഃഖ, അതായത് സമദർശിയായിരിക്കണം. സമദുഃഖ സുഖ ക്ഷമി എന്നാണ് പറയുന്നത്. സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ സമമായിരിക്കണം. അതാണ് തിതിക്ഷ എന്ന് പറയുന്നത്. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മത്ഭക്ത സമേ പ്രിയ. എന്നിൽ മയ്യർപ്പിത, എന്നിലെല്ലാം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനെ ഞാൻ ഒരിക്കലും കൈവെടിയുകയില്ല. എന്നിൽ നിന്ന് ആ ഭക്തൻ ഒരിക്കലും ഒരു സെപ്പറേഷനും ഇല്ല എന്നാണ്. എല്ലാം എന്നിൽ അർപ്പിക്കുക. നമ്മളൊരു ആഹാരം കഴിച്ചാൽ പോലും ഭഗവാനെ എന്ന് വിചാരിച്ച് നമ്മൾ കഴിച്ചാൽ അതിൽ വിഷമുണ്ടെങ്കിൽ പോലും നമുക്കത് കേൾക്കുകയില്ല എന്നാണ് പറയുന്നത്, അല്ലെ? എല്ലാം നമ്മൾ സർവ്വതും ഭഗവാന്റെ അർപ്പിച്ചങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജീവാത്മാവും പരമാത്മാവും ഒന്ന് എന്ന് പറയുന്ന ആ ഒരു തത്വം നമ്മളിലൂടെ ഭഗവാൻ സാക്ഷാത്കരിക്കുകയാണ്. അതാണ് യഥാർത്ഥ ഭക്തൻ എന്താണെന്ന് നമുക്ക് വീണ്ടും ഭഗവാൻ ഇവിടെ പറയുകയാണ്. സർവഭൂതാനം അദ്വേഷ്ട, അതായത് സർവജീവികളും അദ്വേഷ്ട, ദ്വേഷരഹിതനും. അതായത് നമ്മളിലുള്ള ആത്മാവാണ് സർവചരാചരങ്ങളിലുള്ളതെന്നും സർവചരാചരങ്ങളിലുള്ള ആത്മാവ് തന്നെയാണ് നമ്മളിലുള്ളതെന്നും ഒരു ബോധം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നുമോ? ആരോട് നമുക്ക് ദേഷ്യപ്പെടാൻ പാടില്ല, പറ്റുകയില്ല. കാര്യം നമുക്ക് നമ്മളുടെ ഒരു ശരീരം നമ്മൾ വളരെ ഭംഗിയായി വളരെ ശുദ്ധമായി സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ നമ്മളിൽ ഇരിക്കുകയാണല്ലേ. ആ ആത്മാവ് നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ ഈ ആത്മാവ് നമുക്ക് തന്നേക്കുന്നത് ആരാണ്? ഉള്ളിലുള്ള ഭഗവാനാണ്. ആ ഭഗവാനെ ഭഗവാൻ ഇരിക്കുന്ന ഇടം നമ്മൾ പൂജാമുറി എങ്ങനെയാ വെക്കുക? അതേപോലെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കുള്ള ഓരോ അംഗങ്ങൾ, അതായത് നമ്മളുടെ കയ്യോ കാലോ കണ്ണോ മൂക്കോ ഒക്കെ നമുക്ക് അത് കൊള്ളൂല, നമ്മൾ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കളയാനോ നമുക്ക് വെറുക്കാനോ പറ്റുമോ? ഇല്ല. അതേപോലെ നമ്മുടേതെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ സർവചരാചരങ്ങളിലും ഉള്ളത് നമ്മുടേതും അവരിലുള്ളത് നമ്മുടേതും നമ്മളിലുള്ളത് അവരുടേതുമായി നമ്മൾ ഉറപ്പിച്ചു വെക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. മൈത്ര കരുണ ഏവച്ച, മൈത്രിയും കരുണയുമുള്ളവനും നിർമ്മമ നിരഹങ്കാര, മമതയും അഹന്തയും അഹംഭാവം വെടിഞ്ഞവനും ആയിരിക്കണം. സമദുഃഖ സുഖ ക്ഷമി, ക്ഷമി എന്ന് പറഞ്ഞാൽ ക്ഷമാശീലൻ എന്നാണ്. സമദുഃഖ, അതായത് ആദ്യം പറഞ്ഞത് തിതിക്ഷ, ദുഃഖത്തിലും സുഖത്തിലും ഒരു തിതിക്ഷ പാലിച്ച് പോണം. നാനാത്വത്തിൽ ഏകത്വം നമ്മൾ കാണണം. അത് തന്നെയാണ് തത്വമസിയിലും പറയുന്നത്. സതതം സന്തുഷ്ട, സദാ സന്തുഷ്ടനും. യോഗി, യോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാഗ്രചിത്തനായിരിക്കണം, സന്തുഷ്ടനായിരിക്കണം. യഥാത്മാ, ആത്മനിയന്ത്രണം, അതാണ് ഏറ്റവും പ്രധാനം. ആത്മനിയന്ത്രണം, അതായത് നമുക്ക് എപ്പോഴും ഒരു നിയന്ത്രണം, നമ്മൾ നിയന്ത്രണം വിട്ടുപോയി ഓരോന്ന് പറയുന്നു ഓരോന്ന് ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ, അതൊന്നും നമ്മളെ ബാധിക്കാനേ പാടില്ല. പുറമേയുള്ള എന്ത് ചേഷ്ടകളും നമ്മള് സമചിത്തതയോടുകൂടി ആത്മസന്തുഷ്ടിയോടുകൂടി സമ്പൂർണതയോടുകൂടി നമ്മള് സംയമനം പാലിച്ച് ചെയ്യണം. മയ്യർപ്പിത മനോബുദ്ധി, ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി, നിശ്ചയദാർഢ്യമുള്ളവനും മനോബുദ്ധികളെ എന്നിൽ അർപ്പിച്ചവനുമായ മത് ഭക്ത, എന്റെ ഭക്തൻ. അങ്ങനെയുള്ള എന്റെ ഭക്തൻ ആരോ
സ മേ പ്രിയ, അവൻ എനിക്ക് പ്രിയനാകുന്നു, അവൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനാകുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകങ്ങളിൽ ഇപ്പൊ തീരെയല്ല, ഇത് വളരെ കുറച്ച് ശ്ലോകങ്ങളെ ഉള്ളൂ ഭക്തിയോഗത്തിൽ. അടുത്ത 8 ശ്ലോകങ്ങളിൽ 6 ഭാഗങ്ങളിലായിട്ട് ഭക്തന്റെ പരിപൂർണ ലക്ഷണങ്ങൾ ഭഗവാൻ ഊട്ടി ഉറപ്പിച്ച് പറയുകയാണ്. ഇവിടെ 1-ാം ഭാഗം എന്ന നിലയ്ക്ക് 2 ശ്ലോകങ്ങളെ, അതായത് ഈ 13ഉം 14ഉം പറയുന്നത് 11 വിശിഷ്ട ഗുണങ്ങളെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. 11 വിശിഷ്ട ഗുണങ്ങളെ പറഞ്ഞിരിക്കുന്നു. ഇവ ഓരോന്നും ഒരു സിദ്ധ പുരുഷന്റെ സ്വഭാവത്തിലെ സദാചാരനിഷ്ഠയെ എടുത്തു കാണിക്കുന്നു. ഒരേ ആത്മാവ് തന്നെയാണ് എല്ലായിടത്തും ഉള്ളതെന്നും എല്ലായിടത്തുമുള്ള ആത്മാവ് തന്നെയാണ് തന്നിലും ഉള്ളെന്നുള്ള അനുഭവം വന്ന ഒരുവന് പിന്നീട് ആരെയും വെറുക്കാനാവില്ല. കാരണം അയാളുടെ ദൃഷ്ടിയിൽ എല്ലാം താൻ തന്നെയാണ്, വേറൊന്നില്ല. തന്റെ ശരീരത്തിലെ അവയവം പോലെ എല്ലാ ജീവികളും നമ്മൾ തന്നെയാണ്, ഒന്ന് തന്നെയാണ് എന്ന് യഥാർത്ഥ ഭക്തൻ മനസ്സിലാക്കുന്നു. എല്ലാ ജീവികളോടും അയാൾക്ക് മൈത്രിയും കരുണയും ഉണ്ടായിരിക്കും. ഒന്നും തൻ്റേതെന്ന് കരുതുകയില്ല, അഹംഭാവം ഉണ്ടാവുകയില്ല, അഹന്തയിൽ നിന്ന് പൂർണ്ണ മുക്തനായിരിക്കും. സുഖദുഃഖങ്ങളെ തുല്യമായി കരുതും, എന്തും സഹിക്കും. അതാണ് ഒരു തിതിക്ഷ എന്ന് നേരത്തെ പറഞ്ഞത്. സദാ സന്തുഷ്ടനായി തന്നിൽ തന്നെ ആനന്ദിച്ചുകൊണ്ടിരിക്കും. ഏകാഗ്ര ചിത്തനും ആത്മനിയന്ത്രണവും നിശ്ചയദാർഢ്യമുള്ളവനും മനോബുദ്ധികൾ അതാണ് മയ്യർപ്പിത പറഞ്ഞില്ലേ, മനസ്സും ബുദ്ധിയും എല്ലാം എന്നിലർപ്പിച്ചവൻ, ഭഗവാനിൽ അർപ്പിച്ചവനും ആയിരിക്കും. ഇപ്രകാരം ഇരിക്കുന്ന ഭക്തൻ ആരോ അവൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. ജ്ഞാനിക്കും ജ്ഞാനി എനിക്കും അത്യന്തം പ്രിയൻ തന്നെ എന്ന് മുമ്പ് പറഞ്ഞതിന്റെ വിശദീകരണമാണ് ഈ അധ്യായത്തിലെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ശ്ലോകങ്ങളും. ഇത് തന്നെ ഊട്ടി ഉറപ്പിച്ച് പല ഉദാഹരണ സഹിതം പറയുകയാണ് ഭഗവാൻ. ഭക്തൻ എങ്ങനെ ആയിരിക്കണം, ആരിലാണ് എനിക്ക് പൂർണ്ണ പ്രീതി എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വെള്ളവും പാലും വെള്ളവും പോലെ, ഉപ്പും നമ്മൾ കറിയും പോലെ, ക്യാംഫറും കർപ്പൂരവും ഫയറും തീയും പോലെ ഒക്കെ ഒന്നായി ചേരണം എന്നാണ് പറയുന്നത്. ഇപ്പോ ഈ നദികളെ പോലെ തന്നെ, നദികൾ ഓടിച്ചാടി അങ്ങ് പല ഷേപ്പിലും പല പേരിലും ഒക്കെ ഓടി ചെന്ന് സമുദ്രത്തിൽ അങ്ങ് ലയിക്കുകയാണ്. ആ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നദിയുണ്ടോ? എവിടെ? സമുദ്രം ഏതാ, നദി ഏതാ? അല്ലെങ്കിൽ സമുദ്രത്തിലെ ഒരു തിര, ഒരുപാട് തിരകൾ ഉണ്ടല്ലേ, തിരകൾ നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. ആ തിരകൾ സമുദ്രത്തില് എവിടെയായിരിക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. ആ തിരകൾ സമുദ്രത്തിൽ ലയിക്കുന്ന പോലെയും നദികൾ സമുദ്രത്തിൽ ലയിക്കുന്ന പോലെയും ഒക്കെ ഭഗവാനില് ഇങ്ങനെയുള്ള ഒരു യഥാർത്ഥ ഭക്തൻ പൂർണ്ണമായിട്ട് അങ്ങ് ലയിച്ചു ചേരുകയാണ്. പിന്നീട് ഒരു തിരിച്ചുവരവ് ഇല്ല. അത് തന്നെയാണ് തത്വമസി അഹം ബ്രഹ്മസ്മി. എല്ലാ വചനങ്ങളും പറയുന്നതും അത് തന്നെയാണ്. ഞാനും നീയും ഒന്ന്. ഭഗവാനും നമ്മളും മാത്രമല്ല, ഈ ചുറ്റുപറ്റോ എല്ലാം കാണുന്ന എല്ലാ സകല ചരാചരങ്ങളും, ചരവും അചരവുമായതും, ചലിക്കുന്നതും ചലിക്കാത്തതും, സൃഷ്ടിയും സമഷ്ടിയും, ഗുണവും നിർഗുണമുള്ള എല്ലാം, അതായത് മനുഷ്യര് മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, സകല ജീവജാലങ്ങൾ, വളരെ ചെറിയൊരു പുഴുവോ പല്ലിയോ പാറ്റയോ ഒക്കെ പോലും എല്ലാത്തിലും ഇരിക്കുന്നത് ഞാൻ തന്നെയാണെന്നാണ് പല ജന്മങ്ങളെടുത്ത് നമ്മളെ പോലെയുള്ള എല്ലാവരും എത്തിച്ചേരുന്ന ഒരു രീതിയാണ് ഭഗവാൻ പറയുന്നത്. നമ്മളത് സമദൃഷ്ടിയായി കാണണം എന്നാണ് ഈ 13-14 ശ്ലോകത്തിൽ വീണ്ടും ഊട്ടിയുറപ്പിച്ച് പറയുന്നത്. മൈ അർപ്പിത, എല്ലാം എന്നിൽ അർപ്പിച്ച് ജീവിക്കൂ. എന്നിൽ അർപ്പിച്ച് സകലതും എന്നിൽ അർപ്പിച്ചാൽ പിന്നെ നിനക്കൊരു സെപ്പറേഷൻ ഇല്ല, ജീവാത്മാവും പരമാത്മാവും കൂടിച്ചേർന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 15-ാമത്തെ ശ്ലോകം നോക്കാം. അതിവിടെ പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒരു ഭക്തന്, യഥാർത്ഥ ഭക്തന് വേണ്ട 3 കാര്യങ്ങളാണ് 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യസ്മാൻ നോ ദ്വിജതേ, അതായത് യസ്മാൻ നോ ദ്വിജതേ, തനിക്ക് ചുറ്റുമുള്ള ലോകം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. യസ്മാൻ നോ ദ്വിജതേ ലോകാനോ ദ്വിജതേ ച യ ഹർഷമർഷ ഭയോദ്വേഗൈഹി മുക്തോയ സ ച മേ പ്രിയഃ. അതായത് യസ്മാത് ലോക, ആരിൽ നിന്ന്, ലോകം ന ഉദ്വിജതേ, ക്ഷോഭിക്കുന്നില്ലയോ, യ ലോകാത്, ആര് ലോകം ഹേതുവായിട്ട്, ഒരു കാരണമായിട്ട്, ന ഉദ്വിജതേ ച,
ക്ഷോഭിക്കുന്നുമില്ലയോ? ഇല്ലെങ്കിൽ ഹർഷമർഷ ഭയോദ്വേഗൈഹി, അതായത് സന്തോഷം, അസൂയ, ഭയം, ഉത്കണ്ഠ, ഇവയിൽ നിന്ന് ആര് മുക്തനാണോ? സന്തോഷം, അസൂയ, ഭയം, ഉത്കണ്ഠ ഇതൊന്നും പാടില്ല നമുക്ക്. എപ്പോഴും സമചിത്തത വേണമെന്ന് വീണ്ടും പറയുകയാണ്. യമുക്ത ച, ഇതിൽ നിന്നൊക്കെ സന്തോഷം, അസൂയ, ഭയം, ഉത്കണ്ഠയിൽ നിന്ന് ആര് മുക്തനാണോ അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്നാണ് വീണ്ടും 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സമേ പ്രിയ, അവൻ എനിക്ക് ഏറ്റവും പ്രിയനാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ 3 ഗുണവിശേഷങ്ങൾ കൂടി എടുത്തു പറയുകയാണ്. ആ 3 ഗുണവിശേഷങ്ങൾ എന്തെല്ലാമാണ്? മനുഷ്യർക്ക് നമുക്കെല്ലാം 3 ഗുണവിശേഷങ്ങളാണ്. നമ്മൾ ഭൂമിയിൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഉടനെ മായ, അതായത് ദേവിയാണ് മായയായിട്ട് വന്ന് നമുക്ക് ആ ഗുണങ്ങൾ തരുന്നു എന്ന് പറയുന്നത്. അതായത് എന്താണ്? സത്വ, തമോ, രജോ ഗുണങ്ങളുള്ള ആൾക്കാരാണ് നമ്മളിൽ ഓരോരുത്തരും. ഇത് സമ്മിശ്രമായിട്ടുള്ളവരും വെവ്വേറെയായി നിൽക്കുന്നവരും എല്ലാം ഉണ്ട്. ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 2ാം ഭാഗമായ ഈ ശ്ലോകത്തിൽ ഒരു യഥാർത്ഥ ഭക്തന്റെ 3 ഗുണവിശേഷങ്ങൾ കൂടി ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നു. യസ്മാൻ നോ ദ്വിജതേ ലോകഃ, തനിക്ക് ചുറ്റുമുള്ള ലോകത്തിന് ഒരു അസ്വാസ്ഥ്യവും ഉണ്ടാക്കാത്തവനാണ് സിദ്ധപുരുഷൻ. നമ്മളെ കൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ നമ്മള് പാടില്ല. നമ്മളെ കൊണ്ട് ആർക്കും ഒരു വേദന ഉണ്ടാകാൻ പാടില്ല. സൂര്യൻ ഉള്ളിടത്ത് ഇരുട്ടുണ്ടാവാൻ വയ്യ. അതേപോലെ ആത്മാനുഭൂതി നേടിയ ഒരു മഹാത്മാവ് നിവസിക്കുന്നിടത്ത് സഹജമായ ദിവ്യതയാൽ അവാച്യമായ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു അന്തരീക്ഷം സംജാതമാകും. നമ്മൾ ചില വീടുകളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ പറയത്തില്ലേ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കൊരു പൂർണ്ണത, നമുക്ക് തന്നെ വെറുതെ ഒരു സന്തോഷം തോന്നും. അത് നമുക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ നമ്മൾ മറന്നുപോകും, അല്ലെ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവില്ലേ? ആരെങ്കിലും ഒരാൾ, അതിപ്പം മഹർഷി ആവണമെന്നൊന്നുമില്ല, ഒരു ശുദ്ധനായ ഒരു മനുഷ്യൻ, പോസിറ്റീവ് എനർജി ഉള്ള ഒരാളെ കണ്ടാൽ നമുക്കറിയാം. എല്ലാവർക്കും ഒരു ഓറ ഉണ്ടെന്ന് പറയുമല്ലോ, അതായിരിക്കാം. ആ ഓറ വരുന്നതും ഇതുമാതിരി ആയിരിക്കും. ഭഗവാൻ പറഞ്ഞില്ലേ, സന്തോഷം, അസൂയ, ഭയം, ഉത്കണ്ഠ ഇതൊന്നുമില്ലാത്ത വളരെ ശുദ്ധമായ ശാന്തമായ മനസ്സുള്ള സന്തോഷം പ്രസരിപ്പിക്കുന്ന ഒരു ആളിനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും അറിയാതെ ഒരു സന്തോഷം നമ്മളിലും ഉണ്ടാവും. അതിന്ന് കുറച്ച് നമുക്ക്, അതായത് മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാ ഒരു സൗരഭ്യം എന്ന് പറയില്ലേ, അതേമാതിരി നമുക്കും നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് വളരെ എനർജി ഉള്ള ഒരാളാണെങ്കിൽ ആ എനർജി നമ്മളിലേക്കും പ്രവഹിക്കും. അത് തന്നെയാണ് നമ്മൾ വിഗ്രഹാരാധനയിലൂടെ കിട്ടുന്നത്, അല്ലെ? ചില ക്ഷേത്രങ്ങൾ, എല്ലാവരും എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറില്ലല്ലോ. ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വളരെയധികം എനർജി ഇങ്ങോട്ട് കിട്ടുകയാണ്. നമ്മൾ ഒന്ന് പോയാൽ മതി, മാസത്തിൽ ഒരിക്കൽ പോയി തൊഴുതാൽ മതി, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ പോയാൽ മതി. നമുക്ക് പിന്നെ കുറെ നാളത്തേക്ക് ആ ഒരു എനർജി ഇങ്ങനെ നമ്മളിൽ നിൽക്കുക, അല്ലെ? അതേപോലെയാണ് ആ വിഗ്രഹം പോലെ തന്നെയാണ് നമുക്ക് മനുഷ്യരും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹവും വരല്ലേ എന്ന് വിചാരിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളെ നമ്മളുടെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളും അതേമാതിരി വളരെ എനർജറ്റിക് ആയിട്ടും ഊർജം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും, സന്തോഷം പ്രവഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എത്ര ദുഃഖിതനായിട്ട് ചെന്നിരുന്നാലും നമുക്ക് ആ ഒരു ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നമുക്കറിയാം. അതാണ് ഇവിടെ പറയുന്നത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊന്നും നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതെയാണ് ഇവിടെ. അതുപോലെ ആത്മാനുഭൂതി നേടിയ ഒരു മഹാത്മാവ് നിവസിക്കുന്നിടത്ത് സഹജമായ ദിവ്യതയാൽ അവാച്യമായ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു അന്തരീക്ഷം സംജാതമാകുന്നു. അത്യന്തം അസ്വസ്ഥ ചിത്തർ കൂടി അത്തരം മഹാത്മാക്കളുടെ സന്നിധിയിൽ അസ്വാസ്ഥ്യങ്ങൾ നീങ്ങി ശാന്തി നുകരുന്നു. വാസ്തവത്തിൽ ആ പ്രഭാപുരത്തിൽ മുങ്ങിക്കുളിക്കാനും അലൗകിക ശക്തി അനുഭവിക്കാനുമായി ജനങ്ങൾ തിക്കിത്തിരക്കുന്നു, അല്ലെ? ചിലയിടത്ത് ചില ആൾക്കാരെ കാണാനായിട്ട് ഒരുപാട് പേര് പോകുന്നില്ലേ? അതിലെന്തെങ്കിലും ചിലപ്പോ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു മഹർഷി, അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒരു പ്രഭ ഉണ്ടാകും. അല്ലാതെ ആരും വെറുതെ ഒരാളുടെ അടുത്ത് പോവില്ല, അല്ലെ? പോകുമോ? ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്താ അവിടെ ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടാകാം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആത്മാവിന് ഒരു അനുഭൂതി കിട്ടും.
ആ അനുഭൂതിക്ക് വേണ്ടിയാണ് ഓടി ഓടി അവിടെ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രസരിപ്പ് എനർജി, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത, വളരെ പൂർണ്ണതയായിട്ടുള്ള, വളരെ സന്തോഷവാനായിട്ടുള്ള, തിദിക്ഷയിൽ ജീവിക്കുന്ന ഒരാളായിരിക്കണമെന്നാണ്. യസ്മാൻ നോ ദ്വിജതേ ലോക. ഒരു ക്ഷോഭവും ഒന്നുമില്ലാതെ വളരെ പ്ലസന്റും സന്തോഷമായിട്ടിരിക്കുന്ന ആളായിരിക്കണം എന്നാണ് ഒന്ന് പറയുന്നത്. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ലോകാനോ ദ്വിജതേ ചയ. പിന്നെ എങ്ങനെയാണ് ലോകം മൊത്തം നമ്മൾ ശാന്തിയും സമാധാനവും പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരേ കാര്യം തന്നെ ഭഗവാൻ വീണ്ടും വീണ്ടും പല രീതിയിൽ ഊട്ടി ഊട്ടി പറയുകയാണ്. ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിലെല്ലാം ഭക്തൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് തീർക്കുകയാണ്. മഹാത്മാക്കൾ തങ്ങൾക്ക് ചുറ്റും ശാന്തിയും സമാധാനവും പ്രസരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ലോകം എത്ര തന്നെ കുഴപ്പങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞതാണെങ്കിലും അതൊന്നും അവരിൽ ഒരു അസ്വാസ്ഥ്യവും ഉണ്ടാക്കുകയില്ല. ഇപ്പോ തന്നെ ഇലക്ഷൻ നടന്നു, ഇലക്ഷൻ കഴിഞ്ഞു അല്ലെ. ചിലപ്പോ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടായവരായിരിക്കില്ല ജയിച്ചത്. ഒട്ടും വിചാരിക്കാതെ മറ്റ് ചില ആൾക്കാരായിരിക്കും. നമ്മൾ കുറെ ദിവസമൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ കഷ്ടമായിപ്പോയല്ലോ, എന്നാലും അദ്ദേഹത്തിന് ഇങ്ങനെ പറ്റിയല്ലോ, നമ്മൾ ഇത്രയും പേര് വോട്ട് കൊടുത്താണല്ലോ, എന്താ പറ്റിയത്, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇതെല്ലാം ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നതാണ്. ഭഗവാനാണ് നിശ്ചയിക്കുന്നത് ആര് ജയിക്കണം, ആര് തോക്കണം. നമ്മൾ വിചാരിക്കും അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹം തീർച്ചയായിട്ടും ജയിക്കും. എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്കറിയില്ല, അപ്പൊ ആരും വോട്ട് കൊടുക്കില്ലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ കർമ്മഫലമുണ്ട്. ആ കർമ്മഫലം ചിലപ്പോൾ ഇപ്പം രണ്ടാമതായി വന്ന സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ഭഗവാൻ വെച്ചിട്ടുണ്ടാവും. ഇതായിരിക്കില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള കർമ്മം ഇതായിരിക്കില്ല. അതേപോലെ ഓരോരുത്തർക്കും എന്ത് കിട്ടുന്നോ അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. മറ്റുള്ളവർക്ക് എന്ത് കിട്ടുന്നോ അല്ലെങ്കിൽ കിട്ടിയില്ലയോ അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കാതിരിക്കുകയും അമിത സന്തോഷം ആകുകയും ചെയ്യാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. വെറുതെ നമ്മൾ അസ്വസ്ഥനാകാൻ പാടില്ല. ഒരു ഭക്തന്റെ രണ്ടാമത്തെ ലക്ഷണം പറയണം. വിഷയവസ്തുക്കൾ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അവയുടെ ഭ്രാന്തമായ സംഹാര താണ്ഡവത്തിനൊന്നും മഹാത്മാക്കളുടെ ആന്തരശക്തിയെ ചഞ്ചലമാക്കാൻ പറ്റുകയില്ല. ഉറപ്പേറിയ അസ്ഥിവാരത്തിന്മേലാണ് അവരുടെ ജീവിതം പടുത്തുയർത്തിരിക്കുന്നത്. അതാണ് ഭക്തന്റെ രണ്ടാമത്തെ ലോകാനോ ദ്വിജതേ ചയ. തങ്ങൾക്ക് ചുറ്റുമുള്ള ശാന്തിയോ സമാധാനമോ വിഷമോ ദുഃഖമോ ഒന്നും നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല ഒരു പരിധി വരെ. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, കടലില് ബോട്ട് നിൽക്കുകയാണ്. അപ്പൊ ബോട്ട് എന്താ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും അല്ലെ. ബോട്ട് ഇങ്ങനെ തിര ഇളകും തോറും ഇങ്ങനെ ചാഞ്ചാടി തന്നെ ഇരിക്കും. അങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ആളാണോ, അതോ ഒരു പാറ ഉണ്ട് വലിയ, നമ്മൾ കന്യാകുമാരി പോയാൽ കാണാം വിവേകാനന്ദ പാറയിൽ അടുപ്പിച്ച് ശക്തിയായിട്ട് തിര വന്നടിക്കും അല്ലെ. ആ പാറ ഇളകുവോ? ഇല്ല, പാറ അനങ്ങേയില്ല. അതാണ് ആ ബോട്ടും പാറയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഒരേ സ്വഭാവമുള്ള കടലാണ്. പക്ഷേ പാറ എന്ത് തന്നെ വന്നാലും അവിടുന്ന് ഇളകുന്നില്ല. ബോട്ട് എപ്പോഴും തിരകളിൽ ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലെ. അതേമാതിരിയാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ എപ്പോഴും ചഞ്ചല ചിത്തര് തന്നെയാണ്. അങ്ങനെ ആകാൻ പാടില്ല എന്ന് ഭഗവാൻ പറയുന്നു. നമ്മൾ ഇതിൽ ഇങ്ങനെ കൂടെ വായിക്കുന്നു, പഠിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ആ സ്ഥിതിയിൽ എത്തിച്ചേരുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അടുത്തതായിട്ട് പറയുന്നത് ഹർഷാമർഷ ഭയോദ്വേഗൈ മുക്തഃ. ഹർഷം സന്തോഷം, അമർഷം ദ്വേഷ്യം, ഭയം പേടി, ഉദ്വേഗം ഇതിൽ നിന്നെല്ലാം മുക്തനാകണം എന്നാണ് മൂന്നാമത്തെ ഗുണമായിട്ട് പറയുന്നത്. ഹർഷം, അമർഷം, ഭയം, ഉദ്വേഗം ഇവകളിൽ നിന്ന് മുക്തനാകണം. ആശിച്ച വസ്തു കിട്ടുമ്പോൾ ഹർഷം, കിട്ടാഞ്ഞാൽ കിട്ടിയവരോടെ അമർഷം, കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കിട്ടാനുള്ള അത്യാഗ്രഹം, കിട്ടിയത് നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയം, നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുമോ എന്ന ആശങ്ക, അതാണ് ഉദ്വേഗം, ആശങ്ക. ഇതൊക്കെ നമുക്കില്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ? ഇതൊന്നും പാടില്ല. അപ്പൊ നമ്മളൊന്നും ഭക്തരല്ല. ഭക്തനാകണമെങ്കിൽ ഇതെല്ലാം നമ്മൾ വെടിയണം. എന്തൊക്കെ വെടിയണം? ഹർഷം, അമർഷം, ഭയം, ഉദ്വേഗം. അതായത് ഒരു സാധനം, ഒരു ആശിച്ച വസ്തു കിട്ടുമ്പോഴുള്ള സന്തോഷം, കിട്ടിക്കഴിഞ്ഞാല് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരോടുള്ള അസൂയ,
കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കിട്ടാനുള്ള അത്യാഗ്രഹം, നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ള ഭയം, നഷ്ടപ്പെട്ടാൽ അയ്യോ എനിക്കത് കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് എപ്പോഴും ആശങ്ക. ഇതൊന്നും, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഒരു യഥാർത്ഥ ഭക്തന് പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതൊന്നും വിഷയവസ്തുക്കളെ ആഗ്രഹിക്കാത്തവർക്കില്ല. ഇപ്രകാരം പരിതസ്ഥിതികൾക്ക് അധീനതാകാതെ അവയ്ക്ക് അതീശനായി സാധാരണ മനുഷ്യരുടെ ദൗർബല്യങ്ങൾക്ക് അതീതനായി സർവദാ സമാധാനത്തിൽ വർത്തിക്കുന്ന ഭക്തനാരോ സമേ പ്രിയ, അവൻ എനിക്ക് പ്രിയനാകുന്നു. അല്ലെ, നമ്മൾ എപ്പോഴും അപ്പോ എന്താ ചെയ്യണ്ടേ? ഇതെല്ലാം ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ കൂടെ വളരെ ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ്. നമ്മൾ എങ്ങനെ ആകണം എന്ന് ഓരോരോ ശ്ലോകങ്ങളിൽ കൂടെ, ഓരോരോ ആദ്യ തൊട്ടി 18 അധ്യായങ്ങളും തീരുമ്പോഴും നമ്മൾ ഇങ്ങനെ പകച്ചു നിൽക്കുകയുള്ളൂ. ഇത് എത്ര പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്ത് പഠിച്ചാലും വീണ്ടും നമ്മളിവിടെ വരെ എത്തി. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ലെവൽ എത്തും അല്ലെ, കുറച്ചൊക്കെ. ആദ്യമുള്ള നമ്മളിൽ നിന്നും ഈ ഭഗവത്ഗീത പഠിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നില്ലേ? അതങ്ങനെ കുറേ നമ്മൾ പഠിച്ച് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു യഥാർത്ഥ ആകണം എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു അല്ലെ. ലയനം പൂർണ്ണമായാൽ പിന്നെ ഒരു സെപ്പറേഷൻ ഇല്ല. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ ആയിത്തീരും. നമ്മളെ സ്ഥിതപ്രജ്ഞനായിത്തീരും. സർവ ആത്മദർശനമാണ് നമ്മൾ ഈ തിദിക്ഷയിലൂടെ നേടേണ്ടത്. തിദിക്ഷ നമ്മൾക്കുണ്ടായാൽ യഥാർത്ഥ ഭക്തനായി എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മള് ഒരു എങ്ങനെയാണ് നമ്മൾ ഒരു പരമാത്മാവിലോട്ട് എത്തിച്ചേരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ പറയാറുണ്ട് അദ്ദേഹം സമാധിയായി നമ്മൾ തമാശയായിട്ട് ഇങ്ങനെ പറയും. പക്ഷെ എന്താണ് സമാധി? ഈ ഇത്രയും കാര്യങ്ങളിലൂടെ ചേർന്ന് അവസാനം ഒരു ധാരണയായി, ധ്യാനത്തിലിരുന്ന് ധാരണയായി എന്താണെന്നുള്ളതെല്ലാം ധാരണ കിട്ടി അവസാനം സമാധിയായി. സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? ലയനമാണ്. ജീവാത്മാവ് പരമാത്മാവിലോട്ടുള്ള ചേർച്ച, ഒന്നായി തീരുകയാണ്. അതാണ് സമാധി. അപ്പോ നമ്മള് ലോകാ സമസ്ത സുഖിനാ ഭവന്തു എന്ന് തന്നെ വിചാരിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എനിക്ക് എൻ്റെ ചെറിയ എളിയ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയും പറയാൻ അവസരം തന്ന സമിതിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരിയോം. ഹരിയോം സുനിതാക്ക, വളരെ രസകരമായ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞ് ഈ 3 ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ ചെയ്തതെന്ന്. ഹരിയോം സുനിതാക്ക. ഹരിയോം. അടുത്തതായി റിപ്പീറ്റേഷൻ ചാൻഡിങ് ചെയ്യുന്നതിനായി തിലകം അക്കയെയും ശ്ലോകം 16 മുതൽ 18 വരെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിന് വേണ്ടി ജയരാജൻ അണ്ണനെയും ബഹുമാനപൂർവ്വം ക്ഷണിച്ചോളുന്നു. ഹരിയോം സിന്ധു അക്ക. 16 മുതൽ നമുക്ക് 2 വരികൾ വീതം ആദ്യം ചൊല്ലിയിട്ട് പിന്നെ 4 വരികൾ ചൊല്ലാം. സമയം കുറവാണ്. ഹരിയോം തിലകക്ക. അനപേക്ഷ ശുചിർദക്ഷഃ ഉദാസീനോ ഗതവ്യഥഃ. അനപേക്ഷ ശുചിർദക്ഷഃ ഉദാസീനോ ഗതവ്യഥഃ. സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തഃ സമേ പ്രിയഃ. സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തഃ സമേ പ്രിയഃ. അനപേക്ഷ ശുചിർദക്ഷഃ ഉദാസീനോ ഗതവ്യഥഃ. സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തഃ സമേ പ്രിയഃ. അനപേക്ഷ ശുചിർദക്ഷഃ ഉദാസീനോ ഗതവ്യഥഃ. സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തഃ സമേ പ്രിയഃ. ശ്ലോകം 17. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി. യോ ന ഇഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി. ശുഭാശുഭ പരിത്യാഗി
भक्तिमान्यः स मे प्रियः शुभाशुभपरित्यागी भक्तिमान् यः स मे प्रियः यो न हृष्यति न द्वेष्टि न शोचति न काङ्क्षति शुभाशुभपरित्यागी भक्तिमान्यः स मे प्रियः यो न हृष्यति न द्वेष्टि न शोचति न काङ्क्षति शुभाशुभपरित्यागी भक्तिमान् यः स मे प्रियः ശ്ലോകം 18 സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിതഃ ശീതോഷണസുഖദുഃഖേഷു സമസംഗവിവർജിതഃ സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിതഃ സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷണസുഖദുഃഖേഷു സമസംഗവിവർജിതഃ ഹരി ഓം ജയരാജണ്ണ ഹരി ഓം. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 12 ഭക്തിയോഗം. 16-ാമത്തെ ശ്ലോകം, 16, 17, 18 ശ്ലോകങ്ങൾ ആണ് ഇവിടെ ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ വിശ്വരൂപ ദർശനം, ഭഗവാന്റെ ആ വിശ്വരൂപ ദർശനം ലഭിച്ച അർജുനൻ ഇപ്പൊ തൻ്റെ മനസ്സിൽ കൃഷ്ണനോടുണ്ടായിരുന്ന ആ മനോഭാവം ഒക്കെ, പഴയ ഒരു മനോഭാവം ഒക്കെ മാറി തൻ്റെ മുന്നിലുള്ളത് തൻ്റെ തോഴനും സുഹൃത്തും ബന്ധുവും ഒന്നുമല്ല, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയാണ്. അതിന് ശേഷം ഭഗവാനിൽ എത്തിച്ചേരേണ്ട വഴികളെ കുറിച്ചാണ് അർജുനന്റെ മനസ്സിൽ ചിന്ത വളരുന്നത്. അത് ഏത് വഴിയിൽ കൂടി സഞ്ചരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാർഗനിർദ്ദേശം അർജുനന് ലഭിക്കേണ്ടതായുണ്ട്. അതിനുവേണ്ടി തന്നെ അർജുനൻ ഈ അധ്യായത്തിലെ ആദ്യ ശ്ലോകത്തിൽ തന്നെ ഭഗവാനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, മുമ്പ് പറഞ്ഞ വിധത്തിൽ അങ്ങയിൽ പരമമായ ഭക്തിയോടെ ഭക്തർ സഗുണ രൂപത്തിൽ അങ്ങയെ ഉപവസിക്കുന്നു. മറ്റു ചിലർ നിർഗുണ രൂപത്തിൽ നിരാകാരനും നിത്യനുമായ ബ്രഹ്മത്തെ ഉപവസിക്കുന്നു. ഇവരിൽ ആരാണ് യോഗി ശ്രേഷ്ഠന്മാർ, അതായത് പരിപൂർണത നേടിയവർ എന്നാണ് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ഭഗവാൻ വിവിധ ശ്ലോകങ്ങളിൽ നമുക്ക് വിവരിച്ചു തരുന്നത്. അതിൽ 13-ാമത്തെ ശ്ലോകം മുതൽ ഒരു ഭക്തൻ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ പറ്റി 13 മുതൽ 20 വരെ ശ്ലോകങ്ങളിൽ അത് വിവിധ കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഭഗവാൻ. ഏത് വിധത്തിൽ ഭക്തൻ ഉണ്ടാവണം, ഭക്തന്റെ ആ സ്വഭാവം, ഭക്തൻ എന്തൊക്കെ വഴിയിൽ കൂടി സഞ്ചരിക്കണം എന്നതിനെ പറ്റി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ അത് വഴി ഭഗവാനിലേക്ക് എത്തിച്ചേരേണ്ട ഒരു വഴിയാണ് നമുക്ക് തുറന്ന് കാണിക്കുന്നത്. അപ്പോ 13, 14, 15 അതിന്റെ ആ ശ്ലോകങ്ങളിലെ തുടർച്ച തന്നെയാണ് 16-ാമത്തെ ശ്ലോകവും. ഈ ശ്ലോകത്തിലും ഉത്തമ ഭക്തൻ ഉണ്ടാവേണ്ട ഗുണങ്ങൾ അതിനെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. 16-ാമത്തെ ശ്ലോകം നോക്കാം. അനപേക്ഷ ശുചീർദക്ഷഃ ഉദാസീനോ ഗതവ്യദഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയഃ. അനപേക്ഷ ശുചീർദക്ഷ. അനപേക്ഷ, ഒന്നും അപേക്ഷിക്കാതിരിക്കുക. അതായത് ആഗ്രഹം ഉള്ളവർക്ക് മാത്രമേ അപേക്ഷ ഉണ്ടാവും. ഭഗവാനോട് ഒന്നും അപേക്ഷിക്കാൻ, നമ്മൾക്ക് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ, ഭഗവാന് മുമ്പ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രാർത്ഥന ഒന്നും ഇല്ലാതെ നമ്മളെ മനസ്സ് ശുദ്ധമായി തുറന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ എത്തണം ഭക്തന്. അനപേക്ഷ, ഒരാഗ്രഹവും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തുക. ശുചീർ ദക്ഷ,
ശുദ്ധമായ നമ്മളെ കളങ്കമില്ലാത്ത മനസ്സ് മനസ്സ് ശുദ്ധമാക്കുക, നൈപുണ്യമുള്ളതാക്കുക. അതുപോലെ സർവാരംഭ പരിത്യാഗി. അപ്പൊ ഒന്നിലും സർവാരംഭ പരിത്യാഗി, ഒരു എല്ലാ സംരംഭങ്ങളും ഞാനാണ് തുടങ്ങുന്നത് എന്നുള്ള ചിന്തയില്ലാതെ, അല്ലെങ്കിൽ എല്ലാം പരിത്യജിച്ച മനസ്സ് ഓടുകൂടി ഭഗവാനെ കാണുക. യോ മദ്ഭക്ത സ മേ പ്രിയ. ആരാണോ അത്തരത്തിലുള്ള ഒരു ഭക്തൻ, ആ ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇതിന് ഭഗവാന് പ്രിയപ്പെട്ട ഇത്തരത്തിലുള്ള ഭക്തന് പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി, അതായത് ഒരു സവിശേഷതയായി ഭഗവാൻ പറയുന്നത് ബാഹ്യമായും ആന്തരികമായി ശുദ്ധി ഉണ്ടായിരിക്കുക. അത് എങ്ങനെ ഉണ്ടാവുക? ആന്തരികം ബാഹ്യമായ ശുദ്ധി, നമ്മൾ കുളിച്ചാലും നമ്മുടെ ശരീരം കഴുകിയാലും ബാഹ്യമായ ശുദ്ധിയായി. പക്ഷേ ആന്തരികമായ ശുദ്ധി ഉണ്ടെങ്കിൽ അവന്റെ മനസ്സ് നിരന്തരം ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തണം. ഏത് പ്രവൃത്തിയും ഏത് കർമ്മങ്ങളും ഏർപ്പെടുമ്പോഴും ആ ഭഗവാൻ ഉള്ള കർമ്മമായി കണ്ട് അത് ചെയ്യണം. അത് ഭഗവാനുള്ള കർമ്മമായി കണ്ട് സമർപ്പിച്ച് തന്റെ മനസ്സ് അതിൽ സമർപ്പിച്ച് പ്രവർത്തിക്കണം. അത്തരത്തിലുള്ള ഒരു ഭക്തന് ഒരിക്കലും തന്റെ പ്രവൃത്തിയിൽ കാമം, ക്രോധം, അത്യാഗ്രഹം, അസൂയ, അഹംഭാവം തുടങ്ങിയ വികാരങ്ങൾക്ക് ഒരിക്കലും അടിമപ്പെടേണ്ടതായി വരില്ല. തന്റെ നിത്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒന്നും അറിയപ്പെടാതെ തന്നെ നമുക്ക് തന്റെ നിത്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങനെ ആന്തരികമായ ശുദ്ധീകരിക്കപ്പെട്ട ഒരാൾക്ക് സ്വാഭാവികമായും ബാഹ്യമായ ശുദ്ധിയും സ്വാഭാവികം വന്ന് ചേരുന്നതാണ്. ആ മാനസികാവസ്ഥയിൽ തന്റെ ബാഹ്യ ശരീരത്തെയും പരിതസ്ഥിതിയെയും ശുദ്ധമായി സൂക്ഷിക്കാൻ അവർക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഉത്തമ ഭക്തരായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാനിൽ സ്വയം സമർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുക. അതുവഴി ആന്തരിക ശുദ്ധിയുള്ളവരായി തീരുക. ആന്തരിക ശുദ്ധി വന്നാൽ ബാഹ്യമായ ശുദ്ധിയും സ്വാഭാവികമായും വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെയാണ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഭക്തൻ തങ്ങളുടെ എല്ലാ ജോലികളും ദൈവത്തിലുള്ള സേവയായി കണ്ട് സ്വയം സമർപ്പണത്തോടെ സേവിക്കാനുള്ള അവസരങ്ങളായി അത് കാണുന്നത്. അതിനാൽ തന്നെ അവരുടെ ജോലികൾ വളരെ ശ്രദ്ധയോടെ സമർപ്പണ മനോഭാവത്തോടും ചെയ്യുന്നു. അതെന്റെ ജോലിയാണ് എന്ന് കണ്ട് വളരെ മടിയോടും അല്ലെ അലസതയോടും കൂടി അത്തരം കർമ്മങ്ങൾ ഏർപ്പെടുന്നില്ല. അത് തന്റെ ജോലിയാണെങ്കിലും അത് ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു സേവയായിട്ട് കണ്ടാണ് അത് ചെയ്യുന്നത്. ഭഗവാനിൽ സമർപ്പിക്കാനുള്ള സേവയായി ചെയ്യുമ്പോൾ തന്നെ അതൊരു മനസ്സിനുള്ള നൈപുണ്യമായി മാറുകയാണത്. അതുകൊണ്ട് തന്നെ അവന്റെ പ്രവർത്തികൾ സ്വാർത്ഥതയിൽ നിന്ന് മുക്തി നേടുകയാണ്. അപ്പൊ സ്വാർത്ഥത എന്നുള്ള വികാരം തന്നെ മനസ്സിൽ നിന്ന് മാറിപ്പോവുകയാണ്. നമ്മളെ പോലെ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ചിന്താഗതിയാണ് ഞാൻ എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ എന്നൊക്കെയുള്ള സ്വാർത്ഥ ചിന്തകൾ. അപ്പൊ അത്തരം ചിന്തകൾ ഒഴിവാക്കാൻ തന്നെ നമ്മൾ ഈ പ്രവർത്തികൾ, ഇത്തരം ചിന്താഗതികൾ തന്നെ മാറ്റേണ്ടതായുണ്ട്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനം, കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ഉത്തമ ഭക്തന്റെ മനസ്സ് ഒരിക്കലും അത്തരം ചിന്തകൾ ഉണ്ടാവുകയില്ല. അത്തരം ചിന്തകൾ ഉണ്ടാകുന്നില്ല. അപ്പൊ 17ാമത്തെ ശ്ലോകത്തിലും ഇത് തന്നെയാണ് ഉത്തമ ഭക്തന് വേണ്ട ഗുണഗണങ്ങളെ പറ്റി തന്നെയാണ് ഭഗവാൻ വിവരിച്ചു തരുന്നത്. അപ്പൊ ഇത് ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയുകയാണ്. കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നാലാണ് നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ കുറച്ചെങ്കിലും ഉള്ളിൽ കയറുകയുള്ളൂ. അപ്പൊ ഏത് വഴിയെ കൂടി സഞ്ചരിച്ചാലാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാം എന്ന്, അപ്പൊ ആ ഒരു ഉദ്ദേശമാണ് ഭഗവാൻ ഇവിടെയുള്ളത്. ഏത് വഴി കൂടി സഞ്ചരിച്ചാലും എത്തേണ്ടത് ഭഗവാനിലേക്ക് എത്തണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പറഞ്ഞത് തന്നെ. പല ശ്ലോകങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. മനുഷ്യരാണ്, സാധാരണക്കാരാണ്. അപ്പൊ സാധാരണക്കാർക്ക് ഒരിക്കലും അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല. ഒരിക്കൽ കേട്ടാലും അത് മറന്നുപോകും. പിന്നെ നമ്മൾ കേട്ടുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ നമുക്ക് അത് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അടുത്ത ശ്ലോകം 17ാമത്തെ ശ്ലോകം നോക്കാം. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യസ മേ പ്രിയഃ. യോന ഹൃഷ്യതി, യാതൊരുത്തൻ സന്തോഷിക്കുന്നില്ല. അതായത് ഭൗതിക വിഷയങ്ങളിൽ യാതൊരുത്തൻ അമിതമായി സന്തോഷിക്കുന്നില്ല. സാധാരണക്കാരെല്ലാം തന്നെ ഭൗതികമായി എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും അതിലെ സന്തോഷം കണ്ടാൽ സന്തോഷിക്കും, ദുഃഖം കണ്ടാൽ അപ്പൊ
ദുഃഖിക്കും. അങ്ങനെ ഓരോ വികാരങ്ങൾക്കും പെട്ടെന്ന് അവർ അടിമപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭക്തന് സന്തോഷവും ദുഃഖവും എന്തും ഭൗതിക വിഷയങ്ങൾ എല്ലാം തന്നെ ഒരേ സമഭാവനയിൽ കാണുക. അതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ന ദ്വേഷ്ടി, അപ്പൊ ദ്വേഷിക്കാതിരിക്കുന്ന അവസ്ഥ. ന ശോചതി, വിലപിക്കാതിരിക്കാൻ ദുഃഖിക്കാതിരിക്കുന്ന അവസ്ഥ. ന കാംക്ഷതി, ആഗ്രഹിക്കാതിരിക്കുന്ന അവസ്ഥ. ഇത് തന്നെയാണ് മുമ്പിലത്തെ ശ്ലോകം പറഞ്ഞത്. ഒരാഗ്രഹവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുക. ശുഭാശുഭ പരിത്യാഗി, ശുഭകാര്യങ്ങളും അതുപോലെ തന്നെ അശുഭ കാര്യങ്ങളും ഒന്നായി കണ്ട് പരിത്യജിക്കുക. ശുഭകാര്യം വരുമ്പോൾ അതിന്റെ കൂടെയും അശുഭകാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ കൂടെയും പോവാതെ രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ ഈ കാണുന്ന ശരീരമല്ല, എൻ്റെ ഉള്ളിലെ തേജസ്സാണ് ഞാൻ എന്ന് കണ്ട് സമഭാവനയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ അത്തരത്തിലുള്ള ഭക്തൻ ഭക്തിമാനിയ, അത്തരത്തിലുള്ള ഒരു ഭക്തൻ സമേ പ്രിയ, എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ഭൗതിക ജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യന് പല സന്ദർഭങ്ങളിലും അഭിമുഖീകരിക്കേണ്ടതായി വരും. പല ഘട്ടങ്ങളും ഉണ്ടാകും. അതിൽ കടന്നു പോകേണ്ടതായും വരും. അത് കടന്നുപോയേ പറ്റൂ. ഓരോ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള എല്ലാ അവസരങ്ങളിലും നമ്മൾ കടന്നു പോകും. അതിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങളുണ്ടാകും, അതുപോലെ ദേഷ്യം വരുന്ന അവസരങ്ങളുണ്ടാവും, ദുഃഖം തോന്നുന്ന അവസരങ്ങളുണ്ടാവും, പല സംഗതികളിലും ആഗ്രഹം തോന്നുന്ന നിമിഷങ്ങളും ഉണ്ടാവും, ശുഭകാര്യങ്ങളിലും അശുഭകാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിൽ അതായത് വികാരങ്ങൾക്ക് സാധാരണ മനുഷ്യൻ അടിയപ്പെട്ടു പോകും. അപ്പോൾ അത്തരം അവസ്ഥയിൽ എല്ലാറ്റിനെയും സമഭാവനയിൽ ഒരുവന് കാണാൻ കഴിയുന്നെങ്കിൽ അവൻ സന്യാസി തുല്യനാണ്. ഒരു വികാരങ്ങൾക്കും അടിയപ്പെടാതെ ഏത് അവസ്ഥയിലും തന്റെ മാനസിക നില ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയിലെത്തിയ ആ ഭക്തൻ ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. ഏകദേശം ഇതേ കാര്യം തന്നെ നമ്മൾ കഴിഞ്ഞ 5-ാമത്തെ അധ്യായത്തിൽ കർമ്മസന്യാസ യോഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർമ്മസന്യാസ യോഗം 5-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൽ ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. നേയസ നിത്യ സന്യാസി യോ നദ്വേഷി ന കാംക്ഷതി നിർദ്ദന്തോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്ഛതേ. അപ്പോൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. പക്ഷെ എന്താണ് നമ്മുടെ ഓർമ്മയിൽ അതും ആ വിഷയങ്ങളില്ല. ഏതൊരുവൻ ദ്വേഷിക്കുന്നില്ല, കാക്ഷിക്കുന്നില്ല, അവൻ നിത്യസന്യാസി എന്നറിയുക എന്നാണ് പറയുന്നത്. എന്തെന്നാൽ എല്ലാ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരായ അവൻ ഭൗതിക ഊർജ ബന്ധങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ മോചിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ 5-ാം അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞു. എന്നാലും ഭഗവാൻ ഇത് തന്നെയാണ് തുടർന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ കാര്യങ്ങളും ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് അടുത്തതിലും നമ്മൾ ഭഗവാൻ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ ഒരു സന്യാസ തുല്യനായ മാനസിക സ്ഥിതിയിൽ എത്തിച്ചേരുന്ന ഒരു ഭക്തന് ഭഗവാൻ ഏറ്റവും വളരെ പ്രിയപ്പെട്ടവനാകുന്നു. അപ്പോൾ ഭഗവാന്റെ മറ്റൊരു വഴിയാണ്, ഭഗവാനിൽ എത്തിച്ചേരാനുള്ള മറ്റൊരു വഴി കൂടിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് 18ഉം 19 ശ്ലോകം രണ്ടും കൂടി ഒന്നിച്ചുള്ള ശ്ലോകങ്ങളാണ്. എന്നാലും 18-ാമത്തെ മാത്രം ഇവിടെ പറയുകയാണ്. സമശത്രൗ ച മിത്രേ ച തദാ മാനാപമാനയോഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിതഃ. സമശത്രൗ ച മിത്രേ ച, ശത്രുക്കളെയും മിത്രങ്ങളെയും സമഭാവനയിൽ ഒരേപോലെ കാണുക, ഒരേ കാഴ്ചപ്പാടിൽ. ശത്രു ആയാലും ശത്രു മിത്ര ഭേദമന്യേ ഒരേ കാഴ്ചപ്പാടിൽ കാണുക. തഥ മാനാപമാനയോ, അതുപോലെ ബഹുമാനം ലഭിക്കുമ്പോഴും അതുപോലെ അപമാനം ലഭിക്കുമ്പോഴും അതുപോലെ സുഖത്തിനും ശീതോഷ്ണ സുഖ ദുഃഖേഷു സമഹ, തണുപ്പിലും ചൂടിലും സുഖത്തിലും ദുഃഖത്തിലും സന്തുലിത മനസ്സോടുകൂടി ഉള്ളവനാവുക. സംഘ വിവർജിത, എല്ലാ അനുകൂലമല്ലാത്ത കൂട്ടുകെട്ടിൽ നിന്നും മുക്തിരഹിതനാവുക. അതായത് ഈ കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും നമ്മുടെ വഴി തെറ്റിക്കുന്നതും അതുപോലെ നേർവഴിക്ക് നയിക്കുന്നത്. അപ്പൊ ഇത്തരം എല്ലാ കൂട്ടുകെട്ടിൽ നിന്നും മനസ്സാലെ തന്നെ നമ്മൾ നല്ല വഴി തിരഞ്ഞെടുത്ത് അതിലേ പോവുക എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം വരുന്നത്. ഒരു യഥാർത്ഥ ഭക്തന് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ തന്നെയാണ് ഭഗവാൻ ഇവിടെയും പറഞ്ഞു തരുന്നത്. മിത്രത്തിനായിക്കോട്ടെ ശത്രുവിനായിക്കോട്ടെ ഒരേപോലെ തന്നെ മനസ്സിൽ സ്ഥാനം കൊടുക്കുക. ശത്രുമിത്ര ഭേദമന്യേ എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സുണ്ടാകുക. ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
അപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെങ്കിൽ അത് എപ്പോഴും ആ ശത്രുതാ മനോഭാവം നമ്മളെ മനസ്സിൽ വെച്ച് പുലർത്തുകയാണ് നമ്മൾ ചെയ്യുക, സാധാരണ ഉള്ളൊരു മനുഷ്യൻ ചെയ്യുക. പക്ഷേങ്കിൽ അത് മനസ്സിലൊരിക്കൽ വെച്ച് പുലർത്താൻ പാടില്ല. അത് ആ സമയം തന്നെ നമ്മളത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ പിന്നെ ഒരു ടെൻഷൻ, അതിനോടനുബന്ധിച്ച് യാതൊരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അത് മനസ്സിൽ വെച്ച് നമ്മൾ എപ്പോഴും പോവുകയാണെങ്കിൽ അയാൾ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദർഭത്തിലോ നമ്മുടെ മനസ്സിൽ മാത്രമേ ആ ടെൻഷൻ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു ഉത്തമ ഭക്തൻ സർവ്വ ജീവജാലങ്ങളെയും ഇല്ലെങ്കിൽ ഭഗവാനെയാണ് കാണുന്നത്. ഓരോ ജീവജാലങ്ങളും ഭഗവത് ചൈതന്യമാണ്. അതേ ചൈതന്യം തന്നിലുള്ള അതേ ചൈതന്യം തന്നെയാണ് സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്നത് എന്നുള്ള കാര്യം മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്നൊരു കാര്യം, അത്തരം കാര്യം നമ്മൾ ആലോചിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ശത്രു മിത്രഭേദം എന്നൊരു ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനത്തിലും അതുപോലെ മാനക്കേടുണ്ടാകുമ്പോൾ ഒരേപോലെ പ്രതികരിക്കാനും തണുപ്പിലും ചൂടിലും സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ അനുഭവിക്കാനും നമുക്ക് കഴിയും. നമ്മൾ വ്യക്തിബോധം, ഞാൻ എന്ന ബോധം കൂടുതലാണ് നമ്മൾക്ക് ഓരോ മനുഷ്യനും. ബഹുമാനവും അപമാനവും എന്ന വികാരങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഏകദേശം അതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഈ ശരീരമല്ല, ഒരു ചൈതന്യമാണ് എന്നുള്ളൊരു ബോധം നമ്മിൽ ഉണർന്നാൽ അത്തരം ഒരു വികാരം നമ്മളെ ബാധിക്കുകയില്ല. കൂടാതെ നമ്മളെ വിലയിരുത്തേണ്ടത് ഈ സമൂഹമല്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാണ്. നമ്മൾ വിലയിരുത്തേണ്ടത്, നമ്മുടെ കർമ്മങ്ങളെ വിലയിരുത്തുന്നത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാനിലേക്കുള്ള കർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമുക്ക് ശത്രു മിത്ര ഭേദം എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. നമ്മളെ ഓരോ കർമ്മങ്ങളുടെയും അവലോകനം ചെയ്യേണ്ടത് ഭഗവാനാണ് ചെയ്യേണ്ടത്. നമ്മളൊരു കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അനുകൂലമായ കൂട്ടുകെട്ടിൽ മാത്രം നമ്മൾ പങ്കെടുക്കുക. പ്രതികൂലമായ കൂട്ടുകെട്ടിൽ നമ്മളെ ചീത്ത വഴിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇത്തരം ചിന്താഗതിയുള്ള ഒരു മനുഷ്യൻ, ഒരു ഭക്തന് ഒരിക്കലും അത്തരം കൂട്ടുകെട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയില്ല. അവന്റെ മനസ്സ് അത് ഉപേക്ഷിക്കാൻ എപ്പോഴും തയ്യാറാവും. അത്തരത്തിലൊരു മനസ്ഥിതിയുള്ളവർക്ക് പെട്ടെന്ന് അത് ഉപേക്ഷിക്കാനും കഴിയും. അതിനുള്ള ഒരു ഏറ്റവും നല്ലൊരു വഴിയാണ് സത്സംഗത്തിൽ ഏർപ്പെടുക, അതായത് നല്ല കൂട്ടുകെട്ടിൽ ഏർപ്പെടുക. ഇപ്പോൾ നമ്മളുള്ള ഒരു നല്ലൊരു സത്സംഗത്തിൽ തന്നെയാണ്. ഈ സത്സംഗം വഴി നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരേണ്ട ഒരു വഴി തുറന്ന് തന്നതാവാം ഒരുപക്ഷെ. അപ്പൊ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച ഒരു ഭക്തന്റെ മനസ്സ് ഒരു യോഗിയുടെ തലത്തിൽ ഉയർത്താൻ വേണ്ടിയാണ് ഭഗവാൻ നിരന്തരം ഓരോ ശ്ലോകങ്ങളിലും ഇത്തരത്തിൽ നമ്മളെ ഭക്തി ഉണർത്തുന്ന ഗുണഗണങ്ങൾ വർണ്ണിച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ഈ സത്സംഗത്തിൽ തന്നെ നമ്മൾ ഒരു അടുത്ത സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ. ഇതുവഴി നമുക്കൊരു ചുവടുവെപ്പ് ആവട്ടെ, ചുവടുവെപ്പെങ്കിലും ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിവിടെ അവസാനിപ്പിക്കാൻ. ഹരിയോം. ഹരിയോം ജയരാജണ്ണ, വളരെ മനോഹരമായി അണ്ണൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഹരിയോം. അടുത്തതായി ശ്ലോകം 19 മുതൽ 20 വരെയുള്ള റെപ്പിറ്റേഷൻ ഓഫ് ചാൻഡിങ്ങിന് വേണ്ടി പ്രമീള വി അക്കയെയും എക്സ്പ്ലനേഷന് വേണ്ടി ഗംഗ ആർ അക്കയെയും വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഹരിയോം സിന്ധോക്ക. ഹരിയോം. അവസാനത്തെ 2 ശ്ലോകങ്ങൾ. ശ്ലോകം 19. തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത്. തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത്. അനികേതഃ സ്ഥിരമതിഃ ഭക്തിമാൻ മേ പ്രിയോ നരഃ. അനികേതഃ സ്ഥിരമതിഃ ഭക്തിമാൻ മേ പ്രിയോ നരഃ. തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത്. അനികേതഃ സ്ഥിരമതിഃ ഭക്തിമാൻ മേ പ്രിയോ നരഃ. തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത്. അനികേതഃ സ്ഥിരമതിഃ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ശ്ലോകം 20. ഏതു ധർമ്മ്യാമൃതമിദം യഥോക്തം പര്യുപാസത്തെ.
ये तु धर्मामृतमिदं यथोक्तं पर्युपासते श्रद्धानामत्परमाः भक्तास्तेतीव मे प्रियाः श्रद्धानामत्परमाः भक्तास्तेतीव मे प्रियः ये तु धर्म्यामृतमिदं यथोक्तं पर्युपासते श्रद्धानामत्परमाः भक्तास्तेतीव मे प्रियाः ये तु धर्मामृतमिदं यथोक्तं पर्युपासते श्रद्धानामत्परमाः भक्तास्तेतीव मे प्रियः ॐ तत्सदिति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे भक्तियोगो नाम द्वादशोऽध्यायः। सर्वं कृष्णार्पणमस्तु। हरि ओम्। ഹരി ഓം ഗംഗക്ക. നമ്മള് ഈ അധ്യായത്തിന്റെ ഭക്തിയോഗം എന്ന അധ്യായത്തിന്റെ അവസാനത്തെ 2 ശ്ലോകമാണ് ഉള്ളത്. അവസാനത്തെ ശ്ലോകം 19ാമത്തെ ശ്ലോകം പറയുന്നുണ്ട് ഭഗവാൻ തുല്യനിന്ദ സ്തുതിർ മൗനി. തുല്യനിന്ദ സ്തുതിർ എന്താ അങ്ങനെ പറയുമ്പോ നമ്മള് നിന്ദിക്കുകയാണെങ്കിലും സ്തുതിക്കുകയാണെങ്കിലും അതിനെ തുല്യമായിട്ട് കാണാം. അതിന് കാരണം ഈ അഭിമാന ബോധം കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഈ ശരീരവും ഈ മനസ്സും ഒക്കെ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമാണ്. ഭഗവാൻ എന്നെ ഈ ലോകത്ത് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. അത് ചെയ്യാ, സുഖായിരിക്കുക, ഭഗവാൻ വിളിക്കുമ്പോ തിരിച്ചു പോവുക, ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തയുള്ള ഒരാൾക്ക് മറ്റുള്ളവര് സ്തുതിക്കുന്നോ നിന്ദിക്കുന്നോ അതൊന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നാരായണീയം വായിച്ചു. അപ്പൊ ഇന്ദിരാക്ക പറഞ്ഞു, അയ്യോ നാരായണീയം വായിച്ചത് ശരിയായില്ല കേട്ടോ. അപ്പത്തേക്ക് വിഷമായി. എങ്ങനെയാ വിഷമാവണത്? നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ നമുക്ക് അറിയില്ല. ഓ ഞാൻ ഇനിയും മെച്ചപ്പെടാനുണ്ട് അല്ലേ എന്ന് നമുക്ക് തോന്നാൻ പറ്റണില്ല. പിന്നെ അതേമാതിരി വേറൊരു സ്ഥലത്ത് നമ്മൾ സാരി ഉടുത്തിട്ട് പോയി. ഓ നല്ല ഭംഗിയുള്ള സാരി, പക്ഷെ നിങ്ങൾക്ക് തീരെ ചേരണില്ല. അപ്പൊ എന്താ ആലോചിക്കുക, ഓ ഇത് രാത്രി ഉടുത്തിട്ടാണ്, രാവിലെ ഉടുത്താൽ അത്ര ഭംഗി ഉണ്ടാവും. ഇങ്ങനെ നമ്മളിനെ തിരുത്താൻ നമുക്ക് പറ്റാത്തിടത്തോളം എന്താ ഉണ്ടാവുക, നമ്മൾ ഈ പൊന്തിക്കലും താഴ്ത്തലും. ആരെങ്കിലും നന്നായിട്ട് പറഞ്ഞ ഓ ഞാൻ ഭയങ്കര കേമി, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അഭിപ്രായം പറഞ്ഞാൽ അപ്പത്തേക്ക് ഭയങ്കര മുഷിവായി. അപ്പൊ അത് വേണ്ട. അതാണ് ആദ്യത്തെ ആ ഒരു ഇത്. തുല്യ നിന്ദ സ്തുതിർ, നിന്ദയും സ്തുതിക്കലിനെയും ഒരേ മാതിരി. അപ്പൊ ഭഗവാന് എന്താണ് ഈ മറ്റുള്ളവരെ സ്തുതിക്കുകയാണോ നിന്ദിക്കുന്നുണ്ടോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭഗവാനെ ഇങ്ങനെ കാത്തിരിക്കുക നമ്മള്. അതാണ് വേണ്ടത്. അപ്പം നമ്മളിങ്ങനെ ഈ ഇതുകളെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് വല്ലാതെ വിഷമാവണത്, നമുക്ക് സങ്കടാവണത്. അപ്പൊ നിന്ദയും സ്തുതിയും ഒരേപോലെ കരുതുക. ആര് നിന്ദിച്ചാലും ശരി, ആര് സ്തുതിച്ചാലും ശരി, അത് ഒരേ മാതിരി എടുക്കാനാണ് ഭഗവാൻ പറയണത്. പിന്നെ പറഞ്ഞു മൗനി. മൗനി എന്ന് പറഞ്ഞാല് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. അതാണ് ആധ്യാത്മിക രീതിയിൽ പോകുമ്പോ ആദ്യം ശീലിക്കേണ്ടത് ഈ മൗനാണ്. അതായത് അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവമായിട്ട് വരും. കാരണം നമുക്കറിയാം സംസാരിച്ചു തുടങ്ങുമ്പോ ആളുകൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കാട് കയറി എന്തൊക്കെയോ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കും. എന്തെങ്കിലും പറയണ്ടേ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിക്കും. അപ്പൊ വല്ല കാര്യമുണ്ടോ ഇതില്? ഒരു കാര്യവും ഇല്ലാണ്. അപ്പൊ വെറുതെ സംസാരിക്കുക. അപ്പൊ പലപ്പോഴും നമ്മള് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്ക് ആകെ പേടിയോ, ഈശ്വരൻ അങ്ങനെയൊക്കെ ഉണ്ടാവണത്. അപ്പൊ എന്തിനാ അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മള് വർത്തമാനം പറയണത്? അപ്പൊ ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാല് നമ്മള്
എപ്പോഴാണോ മനസ്സമാധാനത്തോടെ ഇരിക്കണത് ആ സമയത്തായിരിക്കും ആരെങ്കിലും വെറുതെ ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക. പോയി, അതോടെ നമ്മൾ ഡൗൺ ആയി. അപ്പൊ കഴിയുന്നതും എന്ത് ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ നോക്കി കൂടുതൽ സമയവും ഭഗവാന്റെ കാര്യങ്ങൾ ചിന്തിച്ച് പാരായണം ചെയ്ത് ഓരോ പ്രഭാഷണങ്ങൾ കേട്ട് ഭഗവാന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് യോഗികളുടെയും മറ്റും ജീവചരിത്രങ്ങൾ വായിച്ച് അങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും സുഖം. നമ്മൾ ഒന്നും അറിയണ്ട, നമ്മളായി നമ്മുടെ പാടായി അറിയില്ലേ, അതന്നെ. ഭഗവത് കാര്യങ്ങളില് കിട്ടുന്ന എത്ര സമയം നമുക്ക് നമ്മളുടെ പണികൾ കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്നുണ്ടോ അത് ഭഗവത് മയമാക്കി തീർക്കുക. 2 കാര്യം കേട്ടോ, വേഗം ഭഗവാന്റെ അടുത്തേക്ക് എത്താനും പറ്റും, നമ്മള് ആ സമയം നന്നായി വിനിയോഗിക്കുകയും ചെയ്യും. അപ്പൊ ഇനി ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ഏറ്റവും നല്ല വഴിയാണല്ലേ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഒക്കെ ഇടുക. അതാവുമ്പോ അധികം ഒന്നും പറയില്ല, പറയേണ്ട കാര്യം മാത്രമേ പറയുള്ളൂ. ടൈപ്പ് ചെയ്യാനാണെങ്കിൽ അത്രയും സന്തോഷം. എന്താ വെച്ചാൽ മടിയന്മാരാണ് പലരും, അതുകൊണ്ടാണ് വോയിസ് ഇടുന്നത്. അതായത് ടൈപ്പ് ചെയ്തൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ പക്ഷെ ഫോണ് വിളിച്ചാലോ പ്രശ്നമായി. വിളിച്ചാ പിന്നെ നിർത്താൻ കഴിയില്ല. അടുപ്പത്ത് കരിയുണ്ടോ, വേറൊരാൾ വന്ന് വിളിക്കണ്ടോ, വെള്ളം തുറന്നിട്ടിട്ടുണ്ടോ, ഒന്നും നമ്മൾ അറിയില്ല. അപ്പൊ ഇനി വീട്ടിൽ ആരെങ്കിലും വരികയാണെച്ചാലോ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ചാണ് ആളുകൾ നമ്മെ കാണാൻ വരുന്നത്. വെച്ചിട്ട് എന്റെ വീട്ടിൽ വരാണ്ടിരിക്കരുത് കേട്ടോ, യോഗ ബന്ധുക്കളൊക്കെ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരണം. എനിക്കത് പറയാതിരിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ഭഗവാൻ എന്താ പറയണ വെച്ചാൽ നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ചാണ് ആളുകൾ നമ്മെ കാണാൻ വരുന്നത്. നമ്മള് വന്നാലും നമ്മള് സത്സംഗമൊക്കെ അല്ലേ ചെയ്യാം. അപ്പൊ അത് കാരണം യോഗ ബന്ധുക്കൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം, നമ്മൾ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം, നല്ല കാര്യങ്ങൾ കേൾക്കാം. കൊറോണ കാലത്തൊക്കെ ഉണ്ടല്ലോ, നമ്മളിൽ കുറേ ആൾക്കാരെങ്കിലും നമ്മളിലേക്ക് ഒന്ന് ഒതുങ്ങാൻ പഠിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നവരാണ് ഭാഗ്യവാന്മാർ. ശരിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ, പക്ഷെ അവനവന്റേതായ ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടാനാണ് ഭഗവാൻ തന്നൊരു അവസരമായിരുന്നു അത് എന്താ പറയാ, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക, വീട്ടിലിരുന്ന് വായിക്കുക, പ്രഭാഷണങ്ങൾ കേൾക്കുക, പിന്നെ നമുക്ക് പുരാണങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഈ അവസരങ്ങളെയൊക്കെ അങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെയാണ് മൗനി എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വാക്കുകൾ ചുരുക്കി ഉപയോഗിക്കുക. ഇനി അവിടെ പറയുന്നുണ്ട് യേന കേനചിത് സന്തുഷ്ടഃ. ആ ആൾക്ക്, അതായത് മൗനിയായിട്ട് ഭഗവാന്റെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ആസക്തി കാണിച്ച് ഭഗവത് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആ ആൾക്ക് സന്തോഷിക്കാൻ ഇനി കാരണമൊന്നും വേണമെന്നില്ല. എന്ത് സന്തോഷിക്കാനുള്ള കാരണമാണ്. അതാണ് പറഞ്ഞത് ഏനക്കേനച്ചത്. ഇങ്ങനെ ആര് ചെയ്യുന്നുവോ സന്തുഷ്ടഃ. ഒരു കൊച്ചു കുഞ്ഞിന്റെ ചിരി കണ്ടാ മതി, ആ ആൾക്ക് ഭയങ്കര സന്തോഷായി. പ്രകൃതിയിലത്തെ ഒരു മാറ്റം, മഴക്കാറ്, മഴ പെയ്യണത്, മഴവില്ല്, ഭയങ്കര സന്തോഷായി. ഇനി നല്ല വേനലാണ്, അതും സന്തോഷം. പക്ഷികളുടെ കളകൂജനങ്ങളാണ്, അതും സന്തോഷം. അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടി, അതും സന്തോഷം. അങ്ങനെ സന്തോഷിക്കാൻ യാതൊരു കാരണവും ഇല്ലാതെ എപ്പോഴും സന്തുഷ്ടനായിരിക്കുക. അങ്ങനെ ഇരിക്കാൻ നമുക്ക് ഈ ഒരു സ്വഭാവമുള്ള ആൾക്ക്, മൗനി സ്വഭാവമുള്ള ആൾക്ക് കഴിയുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി ഭഗവാൻ പറയണത് കുറച്ചും കൂടി ഉയർന്ന തലത്തിലുള്ള ഒരു കാര്യമാണ്. എന്താണ്? അനികേതഃ എന്ന് പറയുന്നത്. അതായത് യോഗി, പൂർണ്ണമായും യോഗിയുടെ സ്ഥിതിയാണത്. അതായത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തും തങ്ങാത്ത ആള്, സ്വന്തമായിട്ട് തനിക്കൊരു വീട് എന്ന അങ്ങനത്തെ ഒരു ആസക്തി ഒന്നും ഇല്ലാത്ത ആള്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്റെ വീടൊന്നല്ല, നമ്മള് ആ വീടിനെ സ്നേഹിക്കും, ആ വീടിന്റെ ചുറ്റുപാട് സ്നേഹിക്കും, അറിയാതെ നമ്മൾ ഇങ്ങനെ സ്നേഹിച്ചു പോകും. അപ്പൊ വീട്ടിലിരുന്ന് തന്നെ ഈ വീടും ഇതൊന്നും എന്റേതല്ല, എനിക്ക് തൽക്കാലം താമസിക്കാൻ ഭഗവാൻ തന്നൊരു സമ്മാനമാണ്, അല്ലെങ്കിൽ സ്ഥലമാണ്, താത്കാലികമായ സ്ഥലമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? വീടുണ്ടെങ്കിലും വീടില്ലാത്തവരെ പോലെ അതിനോട് ആസക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റും. അതാണ് അനികേതഃ. ആസക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുക. പിന്നെന്താ പറഞ്ഞത്? സ്ഥിരമതി. ഈ സ്ഥിരമതി എന്ന് പറഞ്ഞാൽ
ഈശ്വരനെ അറിയുക എന്ന് മാത്രമാണ്. ജീവിത ലക്ഷ്യം അത് മാത്രമാണെന്ന് ഉറപ്പിച്ച് ആ ബുദ്ധിയോടുകൂടി ഉള്ളവൻ സ്ഥിരമതിഹി ഭക്തിമാൻ മേ പ്രിയോ നരഹ മേ പ്രിയഹ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള നരൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ്. ആരാണോ ഇങ്ങനെ ഭഗവാനെ ഉൾക്കൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ കേട്ട് ഭഗവൽ കഥകളിലൂടെ ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റും ഇല്ലാണ്ട് ഭഗവാനോട് മാത്രം ഒട്ടലായിട്ടിരിക്കുന്നത് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നാണ് ഭഗവാൻ 19ാമത്തെ ശ്ലോകത്തിൽ തുല്യനിന്ദ സുധർമൗനി സന്തുഷ്ടോയേന കേനചിത് അനികേത സ്ഥിരമതി ഭക്തിമാൻ മേ പ്രിയോ നരഹ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ഒരുവൻ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ പറയാണ്. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു യഥാർത്ഥ ഭക്തൻ അവൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു. എന്നാ ഭഗവാൻ നമ്മളെ സമാധാനിപ്പിക്കുകയാണ്. വിഷമിക്കൊന്നും വേണ്ടാട്ടോ. മുന്നത്തെ ഇതില് 17ാമത്തെയും 18ാമത്തെയും ശ്ലോകത്തിലൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത്രയ്ക്ക് ഞാൻ അങ്ങോട്ട് കടുപ്പിച്ച് പറയുന്നില്ല, വിഷമിക്കൊന്നും വേണ്ട. ഈ ലക്ഷണങ്ങളൊക്കെ അറിഞ്ഞിട്ട് എനിക്കും അതുപോലെ ആവണം, എനിക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ, സാധന ചെയ്യാൻ എനിക്കും ഇഷ്ടപ്പെട്ടവനാവണം എന്ന ചിന്തയോടെ സാധനകൾ ചെയ്താൽ മതി ഇത്രേ സ്വാമിയുടെ പ്രിയപ്പെട്ടവനാവാൻ. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഭഗവാൻ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ തരുന്നുണ്ട്. എന്തൊക്കെയോ ഭഗവാൻ നമുക്ക് ഇളവുകൾ അനുവദിച്ചു തരുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഇത്ര അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിചാരമുണ്ടെങ്കിൽ, അതായത് എനിക്കിനി മറ്റ് ചിന്തകളൊന്നുമില്ല, ആരെന്തോ പറഞ്ഞോട്ടെ, ആരെങ്ങനെയോ ചെയ്തോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഞാനൊന്നും ഓടി നടന്ന് വർത്തമാനം പറയാൻ പോണില്ല, ഞാന് ഒന്നിലും ആസക്തി ഇല്ലാതെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ലൗകികങ്ങളിൽ നിന്ന് മുഴുവൻ ആസക്തി ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഭഗവാൻ അറിയാട്ടോ. ഭഗവാൻ അങ്ങനെയല്ല. അതിനാണ് ഇവിടെ ഒരു ഇളവ് അനുവദിച്ചു തന്നത്. എന്താ പറഞ്ഞത്? വിഷമിക്കൊന്നും വേണ്ട, ഈ ലക്ഷണങ്ങളൊക്കെ അറിഞ്ഞിട്ട്, ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവാൻ ഈ ഒരു അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞു തന്നതായ ഭക്തന്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിട്ട് എനിക്കും അതുപോലെ ആവണം കൃഷ്ണ എന്ന് ചിന്തിച്ചുകൊണ്ട് സാധന അനുഷ്ഠിക്കുന്ന എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടാണ് ഈ അധ്യായം ഭഗവാൻ സംഗ്രഹിക്കുന്നത്. ഇനി അവസാനത്തെ ശ്ലോകത്തില് ഏതു ധർമ്മ്യാമൃത യഥാ ഉക്തം, എപ്രകാരമാണോ ഒരു ഭക്തന്റെ ലക്ഷണം ഭഗവാനാൽ പറയപ്പെട്ടത്, ശ്രദ്ധിച്ചോളെ, എപ്രകാരമാണോ ഭക്തന്റെ ലക്ഷണം ഭഗവാനാൽ പറയപ്പെട്ടത്, ഇത് ധർമ്മ്യ അമൃതം, ധാർമ്മിക പാതയിലേക്ക് നയിക്കുന്ന അമൃത തുല്യമായ വാക്കുകളാണ്. ധർമ്മ്യാമൃതം, ധാർമ്മിക അതായത് അമരത്വത്തെ നേടിക്കൊടുക്കുന്ന ഇത്തരം വാക്കുകൾ ശ്രദ്ധധാനാഹ എന്ന് പറയുന്നു ഭഗവാൻ. എന്റെ വാക്കുകളിലും ശാസ്ത്രവാക്യങ്ങളിലുമുള്ള പൂർണ്ണ വിശ്വാസം അതുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ അനുഷ്ഠിക്കണമെന്ന ചിന്ത നമുക്ക് വരുള്ളൂ. ഭഗവാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഭക്തന്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മള് ശ്രദ്ധധാനഹ, ഈ വാക്കുകളിലും ശാസ്ത്രവാക്യങ്ങളിലൊക്കെ പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. ഭഗവാനിൽ വിശ്വാസം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഭഗവാൻ പറഞ്ഞത് കേൾക്കാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞത് കേൾക്കാനും തോന്നില്ല. അപ്പൊ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തു വരുള്ളൂ, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞതാണ്, എന്റെ ഉണ്ണിക്കണ്ണൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് അനുഷ്ഠിക്കാൻ തോന്നുള്ളൂ. അപ്പൊ അങ്ങനെ ശ്രദ്ധയോടെ മത്പരമാഹ, ഞാൻ തന്ന ജീവിതത്തെ, ഭഗവാൻ നമുക്ക് തന്ന ജീവിതത്തെ ഭഗവാനിലേക്ക് ലക്ഷ്യമാക്കി ഈശ്വരനിൽ പരമപ്രേമത്തോടു കൂടിയ ഏതു എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടോ ഭഗവാനെ ലക്ഷ്യമാക്കി ഈശ്വരൻ എന്ന പരമപ്രേമത്തോടു കൂടിയ ആ ഒരു ലക്ഷ്യത്തെ നോക്കി നീങ്ങുന്ന ആരൊക്കെയുണ്ടോ
അവർ ഈ ഭക്തന്റെ ലക്ഷണം തനിക്കും സ്വന്തമാക്കണം, തനിക്കും നല്ല ഭക്തനായി തീരണം എന്ന ചിന്തയോടെ പര്യുപാസതേ ഒരു ഉപാസകനായിട്ട് ഈ ജീവിതത്തിൽ പകർത്തുന്നത്, ഈ ഒരു ലക്ഷണത്തിലൊക്കെ എത്താൻ വേണ്ടി സർവത്ര ഈ ഒരു മാർഗത്തെ പിന്തുടരുന്നത് തേ അവൻ എല്ലാവരും ആരൊക്കെയാണോ മേ എനിക്ക് അതീവ പ്രിയ പ്രിയപ്പെട്ടവനാണ്. ഭക്തൻ തനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. എന്നാ ഭഗവാൻ നമ്മയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയാണ്, ഇന്ന് ഭക്തരല്ലാത്തവർ എന്നാൽ ആവണമെന്ന അത്യധികം ആഗ്രഹമുള്ളവർ, ഭക്തനൊന്നും അല്ല പക്ഷെ എനിക്ക് ഭക്തനാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തില് പകർത്താൻ ശ്രമിക്കുക. ഒരു ശ്രമാണ്. ഈ ജന്മത്തിൽ തന്നെ ഇത് പൂർത്തിയാവണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു സാധന പോലും നമുക്കൊരു രസമായിട്ട് തോന്നും. ഒരു കുറച്ചു നേരം ഇരുന്നിട്ട് ഭഗവത്ഗീത വായിച്ചാൽ എന്താ സന്തോഷം, നാരായണീയം കേട്ടാ എന്താ സന്തോഷം, ഭാഗവതം വായിച്ചാൽ എന്താ സന്തോഷം. നമുക്കതൊരു രസമായിട്ട് ഒരു ഹരമായിട്ട് തീരും. അതായത് ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമങ്ങള് ചൊല്ലുക, പ്രഭാഷണങ്ങൾ കേൾക്കുക, അതൊക്കെ നമുക്കൊരു രസമായിട്ട് തീരും. അപ്പൊ ആ യാത്ര നമ്മളിങ്ങനെ ആസ്വദിക്കുക. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലെ. നമുക്കൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന്, ഇപ്പൊ ടി വിയിൽ കുറെ സംഭവങ്ങൾ ഉണ്ടാവും, യൂട്യൂബിൽ കുറെ സംഭവങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ കൂടിയിരുന്ന ഭഗവാന്റെ കാര്യങ്ങൾ പറയണം. അപ്പൊ നമ്മൾ നമ്മുടെ യാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ രസം, ആ അനുഭൂതി നമ്മള് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പോയാൽ എന്താ അത്രേ, നമുക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്വയം നമ്മളെ അഭിനന്ദിക്കണം. ആ നീ അന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു, ഇപ്പൊ അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളായിട്ട് നടക്കുമ്പോ അപ്പൊ കുറച്ച് ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ പറയുമ്പോ നമ്മൾ സന്തോഷിക്കണം. ആവൂ എന്നിലും മാറ്റം ഉണ്ടായില്ലേ. അപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ചിലപ്പോ, ഞാനിപ്പം വളരെയധികം മെച്ചോർഡായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ വളരെയധികം ക്രോധം പോയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് തന്നെ തോന്നും. അപ്പൊ ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ ഒരുപോലെ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പതുക്കെ ശ്രമിച്ചോണ്ടിരിക്കുക. അപ്പൊ എത്ര കാലം എടുക്കും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരാളിന്റെ എന്തെങ്കിലും ഒരു നല്ല ഗുണം, അപ്പൊ അത് നമ്മളോട് കാണിച്ചതാവണമെന്നില്ല കേട്ടോ. അപ്പൊ ആരോടെങ്കിലും ആ ആള് നല്ലതായിട്ട് എന്തെങ്കിലും എന്ന് പെരുമാറുമ്പോ നമ്മൾ ആ ഒരു ഗുണത്തിനെ പ്രോജക്റ്റ് ചെയ്യാം. അപ്പൊ എന്നിട്ട് നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറയാം, എന്നോട് ആൾക്ക് എന്തോ ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവാം, പക്ഷെ ചില ആളുകളോടുള്ള അയാളുടെ പെരുമാറ്റം കാണുമ്പോ ആളൊരു നല്ല ആളാണ് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ നല്ലതിനെ ഫോക്കസ് ചെയ്യണം. നമ്മളോട് എങ്ങനെയാണ്, നമ്മളത് അറിയേ വേണ്ട, മറന്നേക്കുക, അത് ആലോചിക്കേണ്ട ആവശ്യമില്ല. പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആവണത്രേ. നമ്മളുടെ മനസ്സിനെ നമ്മൾ അങ്ങനെ ഈ ഒരു 12-ാം അധ്യായം ഒരു 10 പ്രാവശ്യം വായിച്ചിട്ട് നമുക്ക് കുറച്ചെങ്കിലും ആ ഒരു ഭഗവാൻ പറഞ്ഞ ഭാഗത്തിലേക്ക് നമ്മളുടെ പെരുമാറ്റത്തെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പ നന്ദി. അപ്പം നമ്മള് ഒരാളെ കണ്ടു കഴിഞ്ഞാല് നല്ലവനാണെന്ന് തോന്നുന്നു എന്നേ നമുക്ക് തോന്നാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ സ്വയം ഒരാളെ ഒന്ന് വിലയിരുത്തി നോക്കുക. അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു മനഃശാന്തി ഉണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചറിയും. അപ്പൊ നമുക്ക് അതൊരു ആവേശമായി തീരും. അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഒന്നിനോടും നമുക്ക് ഒട്ടലില്ല, ഒന്നിനോടും നമുക്ക് ആസക്തി ഇല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. ആരോടും ദേഷ്യം കാണിച്ചാലും നിന്ദിച്ചാലും സ്തുതിച്ചാലും നമുക്ക് വ്യത്യാസമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അറിവുകളിലൂടെ നമ്മൾ കടന്നു വരുമ്പോ നമുക്ക് തന്നെ വരുന്ന മാറ്റം പിന്നെ നമുക്കതൊരു ആവേശമായി തീരും. നമ്മളെ ജീവിതത്തില് നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്, ഒരേ ഒരു കാര്യം, മനസ്സമാധാനം. കുറച്ച് മനസ്സമാധാനത്തോടെ ജീവിച്ചാ മതി അല്ലെ. അതുപോലൊരു സുഖം ഈ ലോകത്ത് വേറല്ല. ബാക്കി ഇനി എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതില്ലെങ്കിൽ എല്ലാം തീർന്നു. അപ്പൊ മനസ്സമാധാനം നേടിത്തരുന്ന ഒരു കാര്യമാണ് സാധന ചെയ്യല്.
ഭഗവാന്റെ നാമം അങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക, മറ്റു കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഭഗവാന്റെ നാമം ചെല്ലുക, ഭഗവാന്റെ നാമം കേൾക്കുക, ഭഗവത് പ്രഭാഷണങ്ങളിൽ ഏർപ്പെടുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഭഗവാന്റെ എത്ര പുസ്തകങ്ങളുണ്ട്, ഒക്കെ വായിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ എന്താണെന്നറിയോ, അറിയാതെ ഞാൻ കുട്ടിക്കാലത്തായിരിക്കുമ്പോ എന്റെ അമ്മമ്മ പറഞ്ഞു തരാറുണ്ട്, രാമരാമ സന്ധ്യാനാമം ചെല്ലുമ്പോ രാമ 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 എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രാമ രാമ എന്ന് ചെല്ലരുത്, രാമനെ മനസ്സിൽ കണ്ടിട്ട് ചെല്ലൂ, രാമനായി തീരുന്ന്. അപ്പം പണ്ടുള്ളവര് പറഞ്ഞു തരണേല് കാര്യമുണ്ടെന്ന് ഇതൊക്കെ വായിക്കുമ്പോ എനിക്കിങ്ങനെ തോന്നാം. ഓരോരോ കാര്യങ്ങൾ ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യും. വേഗം പറഞ്ഞു നിർത്താം. അപ്പൊ നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, അസൂയ, കാലുഷ്യം, കളങ്കം, ഇതൊക്കെയാണ്. അപ്പം ജീവിതത്തെ ശരിയാവണ്ണം ആസ്വദിക്കാതിരിക്കുക, മനസ്വസ്ഥത ഇല്ലാണ്ടാവുക, ആവുമോ ഇല്ലയോ എന്നത് നമുക്കത് വിട്ടിട്ട് ഈ ഒരു സമാധാനം ലഭിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഞാന് എന്താ പറയാ, ഏതൊക്കെ വഴി കൂടെ പോയാൽ എനിക്ക് മനസ്സമാധാനം കിട്ടണേ ഭഗവാനെ കിട്ടണം. അപ്പൊ ഭഗവാനെ കിട്ടാനുള്ള വഴികളിൽ ഞാൻ എങ്ങനെ യാത്ര ചെയ്യണം? അപ്പൊ ഓരോരുത്തരും അങ്ങനെ ശ്രമിച്ചു നോക്കാം. അപ്പൊ എവിടെ എത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ്, ഒക്കെ നമുക്ക് വിടാം. ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് എന്തോ ആയിക്കോട്ടെ, അത് ഈ ജന്മത്തെ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ആ യാത്ര അങ്ങനെ പുരോഗമിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു മാറ്റത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിന്റെ ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ആനന്ദാണ്. അപ്പൊ ഭക്തിയോഗം എന്ന് പേരുള്ള ഈ അധ്യായത്തില് പ്രധാനമായിട്ടും ഭഗവാൻ സ്വഗുണഭക്തിയെയും നിർഗുണഭക്തിയെ കുറിച്ച് പറഞ്ഞു. അത് രണ്ടും വളരെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സഗുണഭക്തി പോലും നമുക്ക് ഒരു യോഗിയുടെ തലത്തിലേക്ക് എത്തിക്കാൻ, ജ്ഞാനിയായി തീരാൻ എങ്ങനെ സാധ്യമാണ് എന്നതിനെ കുറിച്ച് ഭഗവാൻ, എന്താണ് ഭക്തി, ആരാണ് ഭക്തൻ എന്നതിനെ കുറിച്ചൊക്കെ ഭഗവാൻ പറഞ്ഞു. ഭക്തരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ ഭഗവാൻ തന്നെ ഭക്തരാവാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരാണ് എന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ് ഈ അധ്യായത്തിലൂടെ ചെയ്തത്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ വിധത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. എനിക്ക് ഈ ഒരു അവസരം തന്ന സമിതിക്ക് നന്ദി. ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് ഓരോരുത്തർക്കും അനന്യ ഭക്തി തന്ന് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് ആ ഒരു മാർഗത്തിലൂടെ മൗനിയായി കൊണ്ട് ആ ഒരു മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൻ ശ്രീമന്നാരായണേതി സമർപ്പയാമി. ഹരി ഓം. ഗംഗാക്ക വളരെ നർമ്മത്തോടും ലളിതവുമായി അക്ക ഇവിടെ അർത്ഥം വിശദീകരിച്ചു തന്നു. ഹരി ഓം അക്ക. ഇന്നിവിടെ ബാക്കപ്പ് ചാൻഡിങ്ങിനായി വന്നിട്ടുള്ള സരോജിനി അക്കയ്ക്കും എക്സ്പ്ലനേഷന് വന്നിട്ടുള്ള ബാക്കപ്പായി വന്നിട്ടുള്ള ജ്യോതി അക്കക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ ധ്യാനശ്ലോകം ചൊല്ലിയ ഉഷാ സുകുമാരൻ അക്ക, പിന്നെ ചാൻഡിങ് നടത്തിയ ലത അക്ക, ലാലി അക്ക, സിന്ധു അക്ക, ദീപ്തി അക്ക, തിലകം അക്ക, പ്രമീള അക്ക, ഇവരെയും എക്സ്പ്ലനേഷൻ നടത്തിയ സുനിത അക്ക, ജയരാജ് അണ്ണൻ, ഗംഗ അക്ക, ഇവർക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്ക് ഈ ഒരു നല്ല ഭക്തിസാന്ദ്രമായ ഒരു സായം സന്ധ്യക്ക് വേദി ഒരുക്കി തന്ന നമ്മുടെ സമിതിക്കും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച സിന്ധു അക്കയ്ക്കും സുനൈൻ അക്കയ്ക്കും എൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കൾക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. നിവർന്നിരിക്കാം, കൈകൾ നമസ്കാര സ്ഥിതിയിൽ വെക്കാം, കണ്ണുകൾ അടയ്ക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി
ശാന്തി. ഹരി ഓം.